ഹായ് ഗൈസ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു വൺ ഷോട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതൊരു റിവിഷൻ പോലെ എടുത്താൽ മതി. ഓൾമോസ്റ്റ് ഓൾ പോയിന്റ്സ് ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ആറ്റത്തെ ഒന്ന് പൊടി തട്ടി എടുക്കുകയാണ്. എല്ലാവർക്കും അറിയാമല്ലേ ആറ്റം എന്തൊക്കെയുണ്ട് ആറ്റത്തിൽ? സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതേപോലെ അതിന് ചുറ്റും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഷെൽസ് കാണാൻ പറ്റും. ഇനി ഈ ഷെൽസിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അതുപോലെ പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെ ഇരിക്കുന്നത്? ന്യൂക്ലിയസിൻ്റെ അകത്താണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇരിക്കുന്നത്. ഈ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? ഇത് ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പം നിങ്ങൾക്കറിയാം ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എവിടെയാണ്? ഷെൽസിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് നമ്മൾ 9th വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 10th എത്തിയപ്പോൾ എന്താ പഠിച്ചത്? ശരിക്കും ഈ ഇലക്ട്രോൺസ് ഷെൽസിലാണോ ഇരിക്കുന്നത്? അല്ല അല്ലേ, ഷെൽസിലല്ല ഇരിക്കുന്നത്. ഷെല്ലിൻ്റെ അകത്ത് ആരുണ്ട്? ഷെല്ലിൻ്റെ അകത്ത് സബ് ഷെൽസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ നോക്കാം എവിടെയാണ് ശരിക്കും പൊസിഷൻ? ആറ്റം ഉണ്ട്. ആ ആറ്റത്തിൻ്റെ അകത്ത് ആരുണ്ട്? ആറ്റത്തിൻ്റെ അകത്ത് ഷെല്ല് ഉണ്ട്. ആ ഷെല്ലിൻ്റെ അകത്താണ് ആരിയ്ക്കുന്നത്? സബ് ഷെൽസ് ഇരിക്കുന്നത്. ആ സബ് ഷെൽസിൻ്റെയും അകത്താണ് നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റുക? നമ്മുടെ ഇലക്ട്രോൺസിനെ കാണാൻ പറ്റുക. ശരിയാണല്ലോ. അപ്പോൾ ആറ്റം ഉണ്ട്, ഷെല്ലുണ്ട്, ഷെല്ലിൻ്റെ അകത്ത് സബ്ഷെല്ലുണ്ട്. ഈ സബ്ഷെല്ലിൻ്റെയും അകത്താണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ഷെല്ലുകൾ നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാണ് നമ്മുടെ ഷെല്ലുകൾ? ഷെല്ല് ഏതൊക്കെയാണ്? കെ, എൽ, എം, ഇതൊക്കെയല്ലേ നമ്മുടെ ഷെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് നമ്മുടെ സബ്ഷെല്ലുകൾ? 4 സബ്ഷെല്ലുകളാണ് നമുക്ക് ആകെ ഉള്ളത്. ഏതൊക്കെയാണ് സബ്ഷെല്ലുകൾ? ഒന്നാണ് എസ്, പിന്നെയാണ് പി, പിന്നെയാണ് ഡി, പിന്നെയാണ് എഫ്. അപ്പോൾ 4 സബ്ഷെല്ലുകളാണ് നമുക്കുള്ളത്. എസ്, പി, ഡി, എഫ്. ഈ 4 സബ്ഷെല്ലുകൾക്ക് ശരിക്കും ഒരു പേരൊക്കെ ഉണ്ട്. എസ് എന്ന് വെച്ചാൽ ഷാർപ്പ് എന്നാണ്, പി എന്ന് വെച്ചാൽ പ്രിൻസിപ്പൾ എന്നാണ്, ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസ് എന്നാണ്, എഫ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ എന്നാണ്. നമുക്ക് അധികം ആവശ്യമില്ല, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കുക. ഷാർപ്പ്, പ്രിൻസിപ്പൾ, ഡിഫ്യൂസ്, ഫണ്ടമെന്റൽ, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 4 സബ്ഷെൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് ആരിയ്ക്കുന്നത്? ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെല്ലുകളാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഷെല്ല് അല്ലേ, ആദ്യത്തെ ഷെല്ല് നിങ്ങൾക്ക് അറിയാം. ഏത് ആദ്യത്തെ ഷെല്ല്? അതാണ് നമ്മുടെ കെ ഷെല്ല് എന്ന് പറയുന്നത്. അറിയാലോ. അപ്പോൾ കെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലേ കാണുന്നുള്ളൂ. ആ സബ് ഷെല്ലാണ് നമ്മുടെ എസ് സബ് ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ കെയിൽ എത്ര സബ് ഷെല്ലുണ്ട്? ഒറ്റ സബ് ഷെല്ലേലോ, അതാണ് നമ്മുടെ എസ്. ഇനി രണ്ടാമത്തെ ഷെല്ല് ഏതാ മക്കളെ? രണ്ടാമത്തെ ഷെല്ല്. രണ്ടാമത്തെ ഷെല്ലാണ് എൽ ഷെല്ല് അല്ലേ. ഈ എൽ ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ടെന്ന് അറിയോ? 2 സബ് ഷെൽ ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലല്ലേ. അപ്പോൾ 2 സബ് ഷെൽ അതിൽ കാണാൻ പറ്റും. ഏതൊക്കെയത്? ഒന്നാണ് എസ്, രണ്ടാമത്തെ ഏതാണ്? രണ്ടാമത്തെയാണ് പി. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ ഷെല്ല് ഏതാണ്? കെ, എൽ, എം. എം അല്ലേ മൂന്നാമത്തെ ഷെല്ല്? എത്ര സബ് ഷെല്ല് ഉണ്ടാവും? 3 അല്ലേ. അപ്പോൾ 3 സബ് ഷെല്ല് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് 3 സബ് ഷെല്ല്? ഒന്നാണ് എസ്, ഒന്നാണ് പി, പിന്നെ ഏതാണ്? നമ്മുടെ ഡി. ഇത് മൂന്നാമത്തെ ഷെല്ലിൽ. ഇനി 4 എടുക്കുകയാണെങ്കിൽ 4 ഏതാണ് ഷെല്ല്? എൻ അല്ലേ. കെ, എൽ, എം, എൻ. അപ്പോൾ അതിൽ എത്ര സബ് ഷെല്ലുകൾ വരും? 4 സബ് ഷെല്ലുകൾ വരും. ഏതൊക്കെയത്? എസ് ഉണ്ട്, പി ഉണ്ട്, പിന്നെ ഡി ഉണ്ട്, പിന്നെ എഫ് ഉണ്ട്. അപ്പോൾ മക്കളെ നിങ്ങൾ 5ാമത്തെ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ വരും? എസും പിയും ഡിയും എഫ് തന്നെയേ വരുള്ളൂ. ആകെ 4 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ എസ്, പി, ഡി, എഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം എല്ലാവരുടെയും ഈ എസ് വരുന്നുണ്ട് അല്ലേ. എല്ലാവരുടെയും എസ് വരുന്നുണ്ട്. പിന്നെ അത് ഒട്ടുമിക്ക എല്ലാത്തിനും പിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏത് ഷെല്ലിലത്തെ സബ് ഷെല്ലാണ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ഇതിന് മുന്നിൽ ഷെൽ നമ്പറും കൂടെ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ കെയിലുള്ള ഷെല്ലായതുകൊണ്ട്, കെ ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് എനിക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 1s എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ കെയിലുള്ള സബ് ഷെൽ ഏതാണ്? 1s ആണ് കെയിലുള്ളത്. ഇനി എല്ലിലുള്ള സബ് ഷെൽസ് ഏതൊക്കെയാണ്? അത് സെക്കൻഡ് ഷെൽ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു? 2s അതേപോലെ തന്നെ 2p എന്ന് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ആവുമ്പോഴോ എനിക്ക് എന്ത് കൊടുക്കാം? 3s, 3p, 3d. ശരിയാണോ? ഇനി 4ാമത്തെ ആണെങ്കിൽ എനിക്ക് എങ്ങനെ കൊടുക്കാം? 4s, 4p, 4d, 4f ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കെയിൽ ആകെ ഒരു സബ് ഷെല്ലേലു ഏതാത്? 1s ആണ്. എൽ എടുക്കുമ്പോൾ അതിൽ 2 സബ് ഷെല്ല് വരുന്നുണ്ട്. 2s ഉണ്ട്, 2p ഉണ്ട്. ഇനി എം എടുക്കുമ്പോൾ 3 എണ്ണം വരുന്നുണ്ട്. 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇനി എൻ എടുക്കുമ്പോൾ ഏതൊക്കെയാണ്? 4ാമത്തെ ഷെല്ലായതുകൊണ്ട് 4 സബ് ഷെല്ലുകൾ കാണാം. 4s, 4p, 4d, 4f. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത് എന്താ നോക്കുന്നത്? നമ്മൾ ഇലക്ട്രോൺസിനെ നിറയ്ക്കാൻ പോവാണ് അല്ലേ. നമ്മളിവിടെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. അപ്പോൾ അത് എഴുതണം എന്നുണ്ടെങ്കിൽ ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് കൊള്ളും എന്നുള്ളത് നമുക്കറിയണം. മാക്സിമം എത്ര എണ്ണം കൊള്ളും എന്നുള്ളത് നമുക്കറിയണം. നമുക്ക് ഷെല്ലുകളുടെ കാര്യം അറിയാം അല്ലേ. കെയിൽ 2, എല്ലിൽ 8, പിന്നെ എമ്മിലാവുമ്പോൾ 18, എന്നിലാവുമ്പോൾ 32. ഈ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താ? ഓരോ സബ് ഷെല്ലിലും മാക്സിമം എത്ര ഇലക്ട്രോൺസ് കയറും എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 4 സബ് ഷെല്ലുകളല്ലേ. ഓക്കെ, ഇതാ ആദ്യത്തെയാണ് ഞാൻ എസ് എടുക്കുകയാണ്. എസ് സബ് ഷെല്ലിനെ നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു പെട്ടിയായിട്ട് കൺസിഡർ ചെയ്യോ. ഒരു പെട്ടിയാണെന്ന് വിചാരിക്കാം. ഒരു പെട്ടിയിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് എന്നറിയുള്ളൂ. എത്ര ഇലക്ട്രോൺസ് ആണ്? 2 ഇലക്ട്രോൺസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ. ഇതേ ഞാൻ ഇങ്ങനെ ഇലക്ട്രോൺസിന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. 2 ഡോട്ട് ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. തൽക്കാലം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 2 ഡോട്ട് ഇട്ടിട്ട്. അപ്പോൾ 2 എണ്ണേ കൊള്ളുള്ളൂ. എസ് എന്ന് പറയുമ്പോൾ ഒറ്റ പെട്ടിയേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം 2 ഇലക്ട്രോൺ. അപ്പോൾ മാക്സിമം എത്ര ഇലക്ട്രോൺ എസിൽ കൊള്ളുക? 2 ഇലക്ട്രോൺ ആണ് മാക്സിമം എസിൽ കൊള്ളുള്ളൂ. ഇനി അടുത്ത സബ് ഷെല്ല് എടുക്കാം. പി. അടുത്ത സബ് ഷെല്ല് പി ആണ്. അപ്പോൾ പി
എന്ന് പറയുന്നത് 3 പെട്ടികൾ ചേർന്നതാണ് ഒരു പി സബ്ഷെൽ എന്ന് പറയുന്നത്. എത്ര പെട്ടികളാണ്? 3 പെട്ടികൾ. ഞാൻ പറഞ്ഞു ഒരു പെട്ടിയിൽ 2 എണ്ണാണ് കൊള്ളുക വെച്ചാൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും പി സബ്ഷെൽ? നിങ്ങൾ തന്നെ പറഞ്ഞേ. 3 × 2 എത്ര വരും? 3 × 2 ടോട്ടൽ 6 ഇലക്ട്രോൺസ് ആണ് മാക്സിമം കൊള്ളുക. ഇനി അടുത്ത സബ്ഷെൽ ഏതാണ്? ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് 5 പെട്ടികൾ ചേർന്നതാണ് ഒരു ഡി സബ്ഷെൽ. എത്ര പെട്ടികളാണ്? 5 അല്ലേ? 5 1 2 3 4 5. അപ്പൊ 5 എണ്ണം ഉണ്ട് അല്ലേ? ഒരു പെട്ടിയിൽ 2 എണ്ണം വെച്ച് 5 പെട്ടി ഉണ്ടെങ്കിൽ എത്ര എണ്ണം മക്കളെ? 5 × 2 ടോട്ടൽ എത്രയാണ്? 10 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഡി സബ്ഷെല്ലിൽ കൊള്ളാവുന്നത്. ഇനി അടുത്തത് ഏതാണ്? അടുത്തതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത് അല്ലേ? എഫ് എന്ന് പറയുന്നത് എത്ര പെട്ടി ചേർന്നത് അറിയോ? 7 പെട്ടി ചേർന്നതാണ് എഫ്. 3 4 5 6 7 അല്ലേ? അപ്പൊ 7 ഒരു പെട്ടിയിൽ 2 എണ്ണം വെച്ച് 7 പെട്ടി ഉണ്ടെങ്കിൽ എത്ര വരും? 7 × 2 14. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ മാക്സിമം ഓരോ സബ്ഷെല്ലിൽ നിറയുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. എസ്സിൽ മാക്സിമം 2, പിയിൽ മാക്സിമം 6, ഡിയിൽ മാക്സിമം 10, എഫിൽ മാക്സിമം 12. ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സബ്ഷെല്ലുകൾ മനസ്സിലായി, അതിലൊക്കെ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത എന്താ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇനി നമുക്ക് നിറയ്ക്കണം. അപ്പം നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ വേണം അല്ലേ? നമ്മൾ എങ്ങനെയാണ് നമ്മൾ ബോർഡിൻ്റെ കോൺഫിഗറേഷനിൽ എങ്ങനെയാണ് നിറച്ചിട്ടുണ്ടായിരുന്നത്? ആദ്യം കെയിലാണ് നിറച്ചിട്ടുണ്ടായിരുന്നത്. കെയുടെ പ്രത്യേകത എന്താ? എനർജി ഏറ്റവും കുറവുള്ളത് കേക്കാണ്. ഇനി കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിറയ്ക്കുന്ന ഏതിലാണ്? എല്ലിലാണ് കുറച്ചും കൂടെ എനർജി ഉള്ളത്. പിന്നെ നിറയ്ക്കുന്നത് എന്തിനാ? എമ്മിലാണ്. അപ്പോൾ എനർജി കുറഞ്ഞതെന്ന് കൂടിയതിലേക്കാണ് നമ്മൾ നിറച്ചു പോണത്. അതേപോലെ തന്നെയാണ് ഇതും. എനർജി കുറവുള്ളതെന്ന് കൂടിയതിലേക്കാണ് നമ്മൾ എപ്പോഴും എന്ത് നിറയ്ക്കുക? ഇലക്ട്രോൺസ് നിറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആർക്കാണ് എനർജി കുറവ്, ആർക്കാണ് എനർജി കൂടുതൽ എന്നുള്ളത് നോക്കാലോ. അപ്പം മക്കളെ നോക്കിയേ, ആദ്യത്തെ ഷെല്ലിലെ കെ അതിലത്തെ ആൾക്ക് തന്നെയാണ് എനർജി കുറവ് 1s. അപ്പോൾ നിങ്ങൾ ആദ്യം നിറക്കേണ്ടത് ഏതിലാണ്? 1sലാണ്. 1sനേക്കാൾ എനർജി കൂടുതലാണ് ഏതിന്? 2sന്. അതിനേക്കാൾ എനർജി കൂടുതലാണ് ആർക്ക്? 2pക്ക്. അതിനേക്കാൾ എനർജി കൂടുതലാണ് 3s. പിന്നെ വരുന്ന ഏതായിരിക്കും? 3p. പിന്നെ വരുന്നത് ഏതായിരിക്കും? ഇവിടെയാണ് നമ്മൾ തെറ്റിക്കുക. 3p കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക? നമ്മൾ 3d എടുക്കരുത് അല്ലേ? ഏതെടുക്കുക? 4s ആണ് നമ്മൾ എടുക്കേണ്ടത്. 4s കഴിഞ്ഞിട്ടാണ് ആരെടുക്കേണ്ടത്? 3d എടുക്കാൻ പാടുള്ളൂ. ഇവിടെയാണ് മിസ്റ്റേക്ക് വരുത്തുക. ഇതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ 1s, പിന്നെ 2s, പിന്നെ 2p, 3s, 3p, 4s കഴിഞ്ഞിട്ടാണ് 3d. ഇതും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് കുറച്ച് സബ്ഷെല്ല് തന്നിട്ട് ഇതിൽ ഏതിനാണ് ഏറ്റവും എനർജി കൂടുതൽ, ഇതിന് ഏതിനാണ് ഏറ്റവും എനർജി കുറവ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം. കിട്ടിയല്ലോ? ഇനി നമുക്ക് ഓരോന്ന് നിറച്ച് തുടങ്ങാം. നിങ്ങൾക്ക് ഓൾറെഡി നിറയ്ക്കാൻ അറിയാം, എന്നാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ആളാരാണ്? നമ്മുടെ ഹൈഡ്രജൻ ആണ് അല്ലേ? ആദ്യത്തെ ഹൈഡ്രജൻ. നമുക്ക് സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ ആകെ വേണ്ടത് എന്താണ്? അറ്റോമിക് നമ്പർ ആണ് വേണ്ടത്. അറ്റോമിക് നമ്പറും ഇലക്ട്രോൺസും സെയിം അല്ലേ? ആക്ച്വലി നമുക്ക് ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. അറ്റോമിക് നമ്പറിന്റെ സെയിം ആയതുകൊണ്ട് നമുക്ക് അറ്റോമിക് നമ്പർ മതി. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഹൈഡ്രജനിൽ? ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് 1s എന്ന് തുടങ്ങാം. 1s അല്ലേ? മാക്സിമം 2 എണ്ണം കൊള്ളും. ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ എവിടെ എഴുതേണ്ടത്? മേലെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഹീലിയം ഒന്ന് എഴുതി നോക്കിയാലോ. ഹീലിയം എത്രയാണ്? ഹീലിയം 2 ആണ് അല്ലേ? ഹീലിയം 2 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? 1s2 എന്ന് എഴുതിക്കൂടെ? ഇനി അങ്ങനെയെങ്കിൽ ലിത്തിയം എങ്ങനെ എഴുതാം? ലിത്തിയം 3 ആണ് അല്ലേ? ലിത്തിയം 3 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 1s2. ഇപ്പം എസ് നിറഞ്ഞു. ഇനി അടുത്തേക്ക് എടുക്കണം അല്ലേ? 1s2 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ആരാണ്? 2s 2 നിറച്ചു. 3-ൽ 2 ഇവിടെ നിറച്ചു. ബാക്കി എത്രയുണ്ട്? 1 ഞാൻ 2s1 എന്ന് എടുത്തു. കിട്ടിയല്ലോ? ഇനി അടുത്തത് ആരാണ്? ഞാൻ കാർബൺ ഒന്ന് എഴുതുകയാണ്. കാർബൺ ഞാൻ എല്ലാം എഴുതുന്നില്ല. ഞാൻ മെയിൻ ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ റാൻഡം ആയിട്ട് എഴുതി കാണിച്ചു തരുന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കാം. ഇനി കാർബൺ എത്രയാണ്? കാർബൺ 6 ആണല്ലേ? കാർബൺ അറ്റോമിക് നമ്പർ 6. അപ്പോൾ ഇലക്ട്രോൺസ് 6 നിറച്ച് തുടങ്ങിയാലോ. അപ്പോൾ 1s2. ഇനി 2s എത്ര വരിക? 2s2. അപ്പോൾ 4 എണ്ണം നിറഞ്ഞു. 6 എണ്ണം ഉണ്ട്. 4 എണ്ണം നിറഞ്ഞു. ഇനി ബാക്കി 2 എണ്ണം കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്തേക്ക് എടുക്കുക. 2s കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 2p ആണ് അല്ലേ? 2p2. നിങ്ങൾ ടോട്ടൽ ഇത് എണ്ണി നോക്കിയേ. 2 + 2 4 + 2 എത്ര വന്നു? 6 എന്ന് വന്നില്ലേ? അപ്പോൾ ഈ 6ഉം ഈ നമ്പറും സെയിം ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാർബണിന്റെ കോൺഫിഗറേഷൻ. ഇനി നമ്മൾ ആർഗൺ എങ്ങനെ എഴുതുക? ആർഗൺ എത്ര അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ 18. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ 30 എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ പഠിച്ചു വെക്കുക. നമുക്ക് 30 വരെ ചോദിക്കുള്ളൂ. സിമ്പിൾ ആയിട്ട് അത് പഠിക്കാം. അപ്പോൾ ആ 30 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക വിത്ത് അതിന്റെ അറ്റോമിക് നമ്പർ കേട്ടോ. വീണ്ടും പറയാണ്. ഓക്കെ, അപ്പോൾ ആർഗൺ നിറച്ചാലോ നമുക്ക്? എങ്ങനെ നിറയ്ക്കുക? ആദ്യത്തേൽ 2 ഇലക്ട്രോൺ 1s2. പിന്നെ ഏതാണ്? 2s2. പിന്നെ ഏതാണ്? 2p6. പിന്നെ എന്താ വരിക? 3s2. പിന്നെ 3p6. ഇനി മക്കൾ ഇതൊന്ന് എണ്ണി നോക്കി. എത്ര വരും? 6 7 8 9 10 10 12 12ഉം 6ഉം എത്ര വരും? 18. കറക്റ്റ് ആയില്ലേ? അപ്പോൾ ആർഗന്റെ കോൺഫിഗറേഷൻ എന്താണ്? 3p6 വന്നു അല്ലേ? അപ്പോൾ കിട്ടി. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏതിൻ്റെ വേണമെങ്കിലും എഴുതാം. ഇനി ഞാൻ കുറച്ച് നമ്മുടെ 21 മുതൽ 30 വരെയുള്ള ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോ. സ്കാൻഡിയം എത്രാമത്തെ എലമെന്റാ? 21st എലമെന്റ് ആണ് അല്ലേ? സ്കാൻഡിയം ഒന്ന് എഴുതി നോക്കിയാലോ നമുക്ക്. 1s2. പിന്നെ ഏതാ വരിക? 2s2. പിന്നെ 2p6. ഇപ്പം തന്നെ 10 എണ്ണം ആയിട്ടുണ്ടാവും. 2p6. ഇനി
3s2 3p6 3p6 കഴിഞ്ഞ മക്കളെ ഏതാ വരിക 3d ആണോ എടുക്കുക നമ്മൾ അല്ല ഏതാ കൊടുക്കണ്ടേ 4s നിറയ്ക്കണം 4sൽ എത്ര ഇലക്ട്രോൺസാണ് മാക്സിമം കൊള്ളുക 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം കൊള്ളുക അല്ലേ ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്തെടുക്കേണ്ടത് 3d എടുക്കുക അപ്പോൾ ഇതുവരെ ഒന്ന് എണ്ണി നോക്കിക്കോ എത്ര വന്നു 6 7 8 9 10 11 12 18 20 ഇപ്പൊ തന്നെ ഇതുവരെ എത്തിയപ്പോഴേക്കും 20 ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട് ഒരു ഇലക്ട്രോൺ അല്ലേ ബാക്കിയുള്ളൂ അത് നിങ്ങൾ ഏതിൽ ഇട്ട് കൊടുക്കുക ഡിയുടെ മേലെ ഇട്ട് കൊടുക്കുക അപ്പോൾ 3d 1 എന്ന് കിട്ടി മക്കളെ ഇത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ് ആണ് നമുക്ക് അറിയാം സ്കാൻഡിയം അല്ലേ അപ്പോൾ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നിങ്ങൾ ലാസ്റ്റ് നോക്കിക്കേ 4s ഉം 3d അല്ലേ ഇവിടെ കിടക്കുന്ന നമ്പർ ആയിരിക്കും വരിക കേട്ടോ 21 4sൽ 2 വന്നു 3dയിൽ 1 വന്നു ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞ് അടുത്ത് ഞാൻ ടൈറ്റാനിയം എഴുതുകയാണ് 22 അല്ലേ 22 ഇതേപോലെ തന്നെയാണ് വരിക 1s2 2s2 2p6 പിന്നെ ഏതാണ് 3s2 3p6 4s2 3dയിൽ എന്ത് കൊടുക്കാം ഇവിടെ 4sൽ ഈ 2 കൊടുത്തു 3dയിലും എത്ര തന്നെയാണ് വരിക 2 തന്നെയാണ് വരിക ശരിയാണല്ലോ ഇനി അടുത്ത് ഞാൻ റാൻഡം ആയിട്ട് ഒരെണ്ണം എടുക്കുകയാണ് എഫ് എടുക്കുകയാണ് എഫ് നിങ്ങൾക്ക് അറിയാം എത്രയാണ് 26 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ ഒന്ന് എഴുതി നോക്കാം നമുക്ക് എന്ത് വരും 1s2 2s2 2p6 പിന്നെന്താ വരിക 3s2 3p4 അല്ല 3p6 പിന്നെന്താ വരിക 4s2 3d ഇതാ 4s2 ഞാൻ ഇവിടെ എഴുതി ഇനി 3d ഉണ്ട് അല്ലേ 3d എത്ര വരിക 3d 6 അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാം ഇങ്ങനെ നിങ്ങളൊരു 30 എണ്ണം എങ്ങനെ എഴുതി പഠിച്ചിരിക്കണം അത് തറോ ആയിരിക്കണം എങ്ങനെ ചോദിച്ചാലും അത് എഴുതാൻ പറ്റണം കേട്ടോ അപ്പോൾ ഇത്രയും പഠിച്ച കോൺഫിഗറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആരുടെ കോൺഫിഗറേഷൻസ് ആണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും അത് സ്പെഷ്യൽ ആണ് അല്ലേ അപ്പോൾ നമുക്കറിയാം റീസൺ ഒക്കെ എന്താണെന്നുള്ളത് അറിയാം പക്ഷേ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വന്നിരിക്കുന്നത് ഇന്നതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ അപ്പോൾ ക്രോമിയം എത്ര മക്കളെ 1s2 2s2 2p6 3s2 3p6 3p6 പിന്നെ എത്രയാണ് 4s2 3d4 ഇതാണ് നമ്മൾ എഴുതുന്ന കോൺഫിഗറേഷൻ അല്ലേ പക്ഷേ ഇത് ശരിയാണോ ഇത് ശരിയല്ല ശരിക്കും ഇതിന്റെ കോൺഫിഗറേഷൻ എന്താ വരുന്നത് ഇത് ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലേ എന്താ വ്യത്യാസം ഇവിടെ 4s1 3d5 എന്നാണ് നമ്മൾ എടുക്കാറുള്ളത് ശരിയാണോ ശരിയാണ് ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ കോപ്പർ എടുത്താലും ഈ ഒരു ചേഞ്ച് കാണാൻ പറ്റും നിങ്ങൾക്ക് നമ്മൾ എഴുതുന്ന കോൺഫിഗറേഷൻ എങ്ങനെയാണ് 1s2 2s2 2p6 3s2 3p6 പിന്നെ എത്രയാണ് 4s2 3d9 ഇതാണ് നമ്മൾ എഴുതുന്ന കോൺഫിഗറേഷൻ പക്ഷേ ഇത് ശരിയാണോ അല്ല ഇതും തെറ്റാണ് അപ്പോൾ ശരിക്കുള്ള കോൺഫിഗറേഷൻ എത്രയാണ് ലാസ്റ്റത്തെ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ എന്താ ചേഞ്ച് 4s1 3d 10 ആണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചേഞ്ചിന് കാരണം അതിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമുക്കറിയാം അല്ലേ ഡി ബ്ലോക്കിൽ മാക്സിമം ഇലക്ട്രോൺസ് എത്രയുള്ള 10 ഇലക്ട്രോൺസ് ആണ് അപ്പോൾ ഡിയിൽ 10 ഇലക്ട്രോൺസ് കിട്ടിയാലും അതിന്റെ പകുതി 5 ഇലക്ട്രോൺസ് കിട്ടിയാലും ഡി സ്റ്റേബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം എല്ലാവരും സ്റ്റേബിൾ ആവാനാണ് നോക്കുന്നത് അപ്പോൾ ഡിയിൽ 10 ഇലക്ട്രോൺസോ അല്ലെങ്കിൽ അതിന്റെ ഹാഫ് ഫീൽഡോ 5 ഇലക്ട്രോൺസോ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് എപ്പോഴും അത് 5 ആയിട്ടോ 10 ആയിട്ടോ ഇരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഈ ക്രോമിയത്തിന്റെ കേസിൽ ഡിയിൽ 4 ഇലക്ട്രോൺസ് ആണ് അല്ലേ ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് 5 ആയി അപ്പോൾ ആ ഒരെണ്ണം ആരെ കൊടുക്കുന്നത് ഈ എസ് ആണ് 4s ആണ് അതിന് ആ ഒരു ഇലക്ട്രോൺ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡൗട്ട് വരും അല്ലേ എന്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ളവരൊന്നും കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട് അതിന്റെ അടുത്ത് കിടക്കുന്ന 4 കൊടുത്തത് അതിന്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ടാണോ അല്ല ഈ രണ്ട് പേർക്ക് എന്ത് തുല്യമാണെന്ന് അറിയാം ഏകദേശം അവരെ എനർജീസ് ഏകദേശം സെയിം ആണ് ഓക്കെ 4sന്റെയും 3dയുടെയും എനർജി ഏകദേശം സെയിം ആണ് അങ്ങനെ സെയിം ആയാൽ മാത്രമേ ഇലക്ട്രോൺസ് ഒരെണ്ണത്തിൽ നിന്നും ഒരു സബ്ഷെല്ലിൽ നിന്നും മറ്റൊരു സബ്ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് 4s എന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് ജമ്പ് ചെയ്തത് 3dയിലേക്ക് ജമ്പ് ചെയ്തത് അങ്ങനെ 4s എന്ന് ഒന്ന് പോയപ്പോൾ അത് 1 ആയി 3dക്ക് എത്ര കിട്ടി 5 കിട്ടി അപ്പോൾ അത് എക്സ്ട്രാ സ്റ്റേബിൾ ആണ് കാരണം ഹാഫ് ഫീൽഡ് ആയതുകൊണ്ട് എക്സ്ട്രാ സ്റ്റേബിൾ ആണ് ഇനി ഇതേ കേസ് തന്നെയാണ് കോപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഡിയിൽ ഇവിടെ 3dയിൽ 9 ഇലക്ട്രോൺസ് ആണ് ഒരു 1 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് 10 ആയിട്ട് മാറും അല്ലേ അപ്പോൾ അത് എക്സ്ട്രാ സ്റ്റേബിൾ ആണ് ഡി ഫുൾ ആയിട്ട് നിറഞ്ഞു എക്സ്ട്രാ സ്റ്റേബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ 4s എന്ന് ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് ചാടും നമ്മുടെ 3dയിലേക്ക് ചാടും അങ്ങനെ ഇത് 4s1 3d 10 ആയിട്ട് മാറും ആണല്ലോ അപ്പോൾ കോപ്പറും എക്സ്ട്രാ സ്റ്റേബിൾ ആയിട്ട് കിട്ടി അല്ലെ അതിന്റെ ഡി സബ്ഷെല്ലും എക്സ്ട്രാ സ്റ്റേബിൾ ആയി അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നേരിട്ട് എഴുതാൻ പറയും അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു തെറ്റായിട്ടുള്ളതും ശരിയായിട്ടുള്ളതും തന്നിട്ട് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള കോൺഫിഗറേഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കി വെക്കുക അതിനുള്ള റീസൺസ് അറിഞ്ഞിരിക്കുക കേട്ടോ ഓക്കെ കിട്ടി അപ്പോൾ എല്ലാവരും കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് കുറച്ച് വലിയ അറ്റോമിക് നമ്പർ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ കോൺഫിഗറേഷൻ ചെയ്താൽ അല്ലേ എന്ത് ഉപയോഗിച്ചിട്ട് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് എല്ലാ നോബിൾ ഗ്യാസസും വേണ്ട നമുക്ക് വേണ്ട നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിയോണും ഒന്ന് ആർഗണും ഈ രണ്ടെണ്ണം നമുക്ക് മതി ഓക്കെ അപ്പോൾ നിയോണിന്റെ കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം നിയോൺ എത്രാമത്തെ എലമെന്റാ നിയോൺ 10ാമത്തെ എലമെന്റ് ആണ് അപ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം 1s2 2s2 2p6 ശരിയല്ലേ ഇനി ആർഗൺ എത്രയാണ് ആർഗൺ 18 ആണ് അപ്പോൾ എങ്ങനെ എഴുതാം 1s2 2s2 2p6 3s2 പിന്നെ ഏതാണ് 3p6 ഇതാണ് നമ്മുടെ ആർഗന്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം എങ്ങനെയായിരിക്കും ഒന്നിലേക്ക് 2p ഇങ്ങനെ കണ്ടോ പിയിൽ എത്ര വരും 6 ഇലക്ട്രോൺസ് വരും അത് കണ്ടു കഴിഞ്ഞാൽ അത് നോബിൾ ഗ്യാസ് ആണെന്ന് മനസ്സിലാക്കാം പിന്നെ ഈ നമ്പറിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ പീരീഡും ഷെല്ലൊക്കെ മാറുന്നതുകൊണ്ടാണ് നിയോൺ ആണെങ്കിൽ 2p6 ആയിരിക്കും ആർഗൺ ആണെങ്കിൽ 3p6 ആയിരിക്കും ഇനി ആർഗന്റെ താഴെ ക്രിപ്റ്റൺ ആണെങ്കിൽ 4p6 ആയിരിക്കും പിന്നെ സെനോൺ ആണെങ്കിൽ 5p6 ആയിരിക്കും അങ്ങനെയായിരിക്കും അത് പോകുന്നുണ്ടാവുക അപ്പോൾ ഈ പിന്റെ മേലെ 6 കണ്ടു കഴിഞ്ഞാൽ അത് നോബിൾ ഗ്യാസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് എഴുതണേ എന്നുള്ളത് നോക്കാം ഇപ്പോൾ നിയോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറയുന്ന ആൾക്കാരെന്ന്
പറയുന്നത് ഏതാണ്? നിയോൺ 10 അല്ലേ? അപ്പോൾ 10 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അതായത് 11 മുതൽ എത്ര വരെയാണ്? ആർഗണിന്റെ നമ്പർ 18 ആണ്. അപ്പോൾ 18ന്റെ മുന്നേ വരെയുള്ളവർ എത്രയാണ്? 17 വരെയുള്ള ഇലക്ട്രോൺസിനെ നമുക്ക് നിയോൺ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. ഇനി അതേപോലെ ആർഗൺ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ അറ്റോമിക് നമ്പറുള്ള ആൾക്കാർ എഴുതാൻ പറ്റാം? ആർഗൺ 18 അല്ലേ? അപ്പോൾ 19 തൊട്ട് നമുക്കിപ്പോൾ 30 വരെ പഠിക്കേണ്ടു. അതുകൊണ്ട് ഞാൻ പറയാണ് എത്ര വരെ? 30 വരെയുള്ള ആൾക്കാരെ നമുക്ക് ആർഗണിന്റെ കോൺഫിഗറേഷൻ യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഒന്ന് എടുക്കുകയാണേ. അപ്പോൾ 11ാമത്തെ ആളാരാണ്? നമ്മുടെ സോഡിയം ആണ് എന്നുള്ളത് നമുക്കറിയാം. 11 സോഡിയം ആണ്. നമ്മൾ വലിച്ചു നീട്ടി 1s2 2s2 3s2 അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്യുക? നമുക്കറിയാം 10 വരെയുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നിയോൺ എന്ന് ഞാൻ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടാൽ ഇതിന്റെ അർത്ഥം നിയോണിന്റെ കോൺഫിഗറേഷൻ ആയി, അതായത് 10 ഇലക്ട്രോൺസ് ഇവിടെ പെട്ടു എന്നർത്ഥം. അപ്പോൾ 10 എണ്ണം ഞാൻ എഴുതി. ഇനി ബാക്കി ഏതാണുള്ളത്? 11ൽ ഒന്നും കൂടെ ബാക്കിയുണ്ട് അല്ലേ? ആ ഒന്ന് ഇവിടെ എഴുതിയാൽ മതി. ആ ഒന്ന് ഏതായിരിക്കും വരിക? ഏതെന്നായിരിക്കും തുടങ്ങേണ്ടത്? നമുക്ക് നിയോൺ അവസാനിക്കുന്നത് 2p6 എന്നാ. അപ്പോൾ അടുത്ത സബ്ഷനിൽ ഏതായിരിക്കും? 3s അല്ലേ? അപ്പോൾ 3s1 എന്ന് കൊടുക്കാം. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇതേപോലെ ഞാൻ വേറെ ഒരെണ്ണം കൂടെ റാൻഡം ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ നമുക്ക് ക്ലോറിൻ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 17 ആണെന്ന് അറിയാം. ശരിയാണല്ലോ? അപ്പോൾ 17 വരെ ഇങ്ങനെ നീട്ടി എഴുതാം നമുക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? നിയോൺ എന്ന് എഴുതി കഴിഞ്ഞാൽ ഓൾറെഡി മനസ്സിലാക്കുക 10 ഇലക്ട്രോൺ ഇവിടെ നിറഞ്ഞു. ഈ 10 ഒന്നും എഴുതാൻ നിൽക്കരുത്. ഈ 10 ഞാൻ മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ് കേട്ടോ. അപ്പോൾ 10 ഇലക്ട്രോൺ ഇവിടെ നിറഞ്ഞു എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് എങ്ങനെയാണ്? നിയോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങേണ്ടത് എവിടെയാണ്? 3s എന്നാണ് തുടങ്ങേണ്ടത്. 3s2 പിന്നെ എത്ര വരും? 3p5 എന്ന് വരും. അപ്പോൾ 10 11 12 12 5 എത്രയാണ്? 17. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നിയോൺ ഉപയോഗിച്ചിട്ട് എഴുതേണ്ടത്. കിട്ടിയല്ലോ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആർഗൺ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം എഴുതി നോക്കിയാലോ. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ആർഗൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇപ്പോൾ ആർഗണിന്റെ ശേഷം വരുന്നത് 19ാമത്തെ എലമെന്റ് പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യം ഞാൻ എഴുതുന്നില്ല. തൊട്ടടുത്ത എലമെന്റ് നമുക്ക് നോക്കിയാലോ. ഏതാണ്? കാൽഷ്യം ആണ് അല്ലേ? അപ്പോൾ കാൽഷ്യം നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ ആർഗൺ എന്ന് ഇടുക. ഈ ആർഗൺ ഇട്ടാൽ തന്നെ മനസ്സിലാക്കണം എത്ര ഇലക്ട്രോൺസ് നിറഞ്ഞു കഴിഞ്ഞു. അവിടെ 18 ഇലക്ട്രോൺസ് നിറഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം. ഇനി 3pക്ക് ശേഷം പിന്നെ നമ്മൾ ഏതാ എടുക്കേണ്ടത്? 4s ആണ് എടുക്കേണ്ടത് അല്ലേ? 4s ആണ് എടുക്കേണ്ടത്. അപ്പോൾ 4sൽ എത്രയും കൂടെ വരും? 18 നിറഞ്ഞു. ഇനി 20 ആവാൻ എത്ര വേണം? 2 ഇലക്ട്രോൺസ് അല്ലേ വേണ്ടത്? അപ്പോൾ നമുക്ക് 4s2 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാൽഷ്യത്തിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ഡി ബ്ലോക്ക് എലമെന്റ് ഒന്ന് നോക്കിയാലോ. ഓക്കെ, മാംഗനീസ് എടുക്കുകയാണ്. മാംഗനീസ് 25ാമത്തെ എലമെന്റ് ആണ് മാംഗനീസ് ആണല്ലോ. ആർഗൺ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് എഴുതി നോക്കാം. ആർഗൺ ഇപ്പൊ 18 വരെ ഇവിടെ നിറഞ്ഞു കേട്ടോ. ഈ 18 ഇവിടെ എഴുതരുത്, മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ്. അപ്പോൾ 18 വരെ നിറഞ്ഞു. അപ്പോൾ 3p6 ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് എടുക്കുക. 3p6 കഴിഞ്ഞാൽ പിന്നെ ഏതാ എടുക്കേണ്ടത്? 4s അല്ലേ എടുക്കേണ്ടത്? അപ്പോൾ 4sൽ 2 3dയിൽ എത്ര വരും? 4sൽ 2 3dയിൽ എത്ര വരും? 5 ഇലക്ട്രോൺസ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മാംഗനീസിന്റെ കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോബൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ടോപ്പിക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് തറോ ആക്കുക. ഒരു തവണ നിങ്ങൾ തന്നെ സ്വയം എഴുതി നോക്കുക. അത് തറോ ആവുന്നതാണ്. 30 വരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ പീരിയോഡിക് ടേബിൾ ഒന്ന് എടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഇതേ നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 4 ബ്ലോക്കുകൾ. ആ ബ്ലോക്കിന്റെ പേരും സബ്ഷെല്ലിന്റെ പേരും സെയിം തന്നെയാണ്. എന്താണ്? SPDF. ഇത് തന്നെയാണ് നമ്മുടെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് കാണിച്ചത് ജസ്റ്റ് അതിന്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിക്കേ, ഈ ആദ്യത്തെ ഗ്രൂപ്പ് അല്ലെ, ഈ ഗ്രൂപ്പും ഫസ്റ്റ് 2 ഗ്രൂപ്പുകാർ ഉൾപ്പെടുന്ന ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് S ബ്ലോക്ക് എന്നാണ് വിളിക്കുക. എന്താണ്? S ബ്ലോക്ക് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 ഗ്രൂപ്പുകാർ വരുന്നത് S ബ്ലോക്കിലാണ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 13 മുതൽ 18 വരെ അല്ലെ, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാർ വരുന്നത് ഏത് ബ്ലോക്കിലാണ്? അതാണ് നമ്മുടെ P ബ്ലോക്ക് എന്ന് പറയുന്നത്. ഏത് ബ്ലോക്കാണ്? P ബ്ലോക്ക് ആണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ഇതിന്റെ നടുക്ക് കണ്ടോ നിങ്ങൾ? ഇതിന്റെ നടുക്ക് ഈ നടുക്കുള്ള ആൾക്കാർ വരുന്നത് ഏത് ബ്ലോക്കിലാണെന്ന് അറിയോ? ഇതാണ് നമ്മുടെ D ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് 3 മുതൽ 12 വരെയുള്ളവർ എവിടെ വരുന്നത്? D ബ്ലോക്ക് എലമെന്റ്സ് ആണ്, ഓർത്ത് വെക്കാം. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴെ കിടക്കുന്ന രണ്ട് പെട്ടി കണ്ടില്ലേ? ഈ പെട്ടി ശരിക്കും എവിടെയുള്ള പെട്ടിയാണ്? ഇത് ശരിക്കും D ബ്ലോക്കിന്റെ അവിടെ വരുന്നതാണ്. ഇതും കൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പീരിയോഡിക് ടേബിൾ വല്ലാണ്ട് അങ്ങോട്ട് വലുതാവും അല്ലേ? അപ്പോൾ കാണാൻ അത്ര ചന്ത ഉണ്ടാവില്ല. അതുകൊണ്ട് ഇറക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ശരിക്കും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. 57 ലെന്താനം 57 ആണ്. 57 കഴിഞ്ഞിട്ടുള്ള 58 സീരിയം തൊട്ട് വരുന്നത് എവിടെയാണ്? ഈ താഴെയാണ് കിടക്കുന്നത്. ഇവിടെ ഒരു 14 എലമെന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ആക്ടീനിയം 89 ആക്ടീനിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 90ാമത്തെ എലമെന്റ് ഏതാണ്? തോറിയമാണ്. അതാണ് ഈ സെറ്റിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞിട്ടുള്ള എലമെന്റ്സിനെ അങ്ങോട്ട് ചോട്ടിലേക്ക് എടുത്ത് വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവരെ നമ്മൾ ഏത് ബ്ലോക്കിലാണ് പെടുത്തുന്നത്? ഇവരെ നമ്മൾ F ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ മൊത്തം 4 ബ്ലോക്കുകളാണ്. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ഏതിലാണ് വരുന്നത്? S ബ്ലോക്കിലാണ് വരുന്നത്. 3 മുതൽ 12 വരെ വരുന്നത് D ബ്ലോക്കിലാണ്. 13 മുതൽ 18 വരെയുള്ള ആൾക്കാരെ നമ്മൾ ഏതിലാണ് പെടുത്തിയിരിക്കുന്നത്? P ബ്ലോക്കിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇനി അതേപോലെ F ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ലാസ്റ്റത്തെ അല്ലെ, ലെന്താനം കഴിഞ്ഞിട്ട് വരുന്നവരും അതേപോലെ ആക്ടീനിയം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ F ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അവർക്കൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ് ഏതിൽ വരുന്നത്? F ബ്ലോക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആൾക്കാർ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ
അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഇതിനൊരു റാൻഡം ആയിട്ട് ഒരു എലമെന്റ് എടുക്കാട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാർബൺ എടുക്കാമെന്ന് വിചാരിക്കാം. അതാ ഈ 6ാമത്തെ എലമെന്റ് ആണ് കാർബൺ. ഈ കാർബൺ ഏത് ഗ്രൂപ്പിലാണ് കിടക്കുന്നത്? നിങ്ങൾക്കറിയാം താഴേക്കുള്ള ലൈൻസിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൊത്തം എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 18 ഗ്രൂപ്പ്സ് ആണ് പീരിയോഡിക് ടേബിളിലുള്ളത്. എത്ര പീരീഡുകൾ വരുന്നുണ്ട്? 7 പീരീഡുകളാണ് അല്ലേ? ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസിനെയാണ് പീരീഡ് എന്ന് വിളിക്കുക. എത്ര പീരീഡ് ആണ്? 7 പീരീഡ് ആണ് പീരിയോഡിക് ടേബിളിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഈ കാർബൺ എന്നൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് എത്രാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്നതാ? ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് 14ാമത്തെ ഗ്രൂപ്പാണ്. അതായത് 14ാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന എലമെന്റ് ആണ്. എത്രാമത്തെ പീരീഡ് ആണ്? പീരീഡിന്റെ നമ്പർ ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. എത്രാമത്തെ പീരീഡ് ആണ്? 2ാമത്തെ പീരീഡിൽ കിടക്കുന്ന എലമെന്റ് ആണ് ഇത് കാർബൺ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഈ പീരിയോഡിക് ടേബിൾ നോക്കാതെയും നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാം. ഒരു എലമെന്റിന്റെ ഒരു എലമെന്റും അതിന്റെ അറ്റോമിക് നമ്പറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്ത് കണ്ടുപിടിക്കാം? അതിന്റെ പീരീഡ് കണ്ടുപിടിക്കാം, അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം, അത് ഏത് ബ്ലോക്കിൽ കിടക്കുന്ന എലമെന്റ് ആണെന്ന് കണ്ടുപിടിക്കാം, അതുപോലെ ഏതാ എലമെന്റ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഒപ്പം അതിന്റെ അറ്റോമിക് നമ്പറും കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. യെസ്, അപ്പോൾ അടുത്ത ടോപ്പിക് നമ്മുടെ അതാണ് കേട്ടോ. നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ റാൻഡം ആയിട്ട് എലമെന്റ് ഏതാണ് നമുക്ക് അറിയില്ല. എക്സ് എന്നൊരു എലമെന്റ് കേട്ടോ. എക്സ് എന്ന എലമെന്റ് അതിന്റെ അറ്റോമിക് നമ്പർ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഞാൻ അറ്റോമിക് നമ്പറും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഞാൻ അതിന്റെ കോൺഫിഗറേഷൻ ചെയ്താണ് കേട്ടോ. ഇതാ 1s2 2s2 2p6 3s2. നോക്കിയേ മക്കളെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എലമെന്റ്, ഏതോ ഒരു എലമെന്റ് എക്സ് എന്നൊരു എലമെന്റിന്റെ കോൺഫിഗറേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ ചോദിക്കും. അറ്റോമിക് നമ്പർ സിമ്പിൾ ആണ്. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ അറ്റോമിക് നമ്പർ തന്നെയല്ലേ നമ്മളിങ്ങനെ എഴുതുന്ന ഈ ഇലക്ട്രോൺസിന്റെ എണ്ണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കൂട്ടി നോക്കിയേ. 6 7 8 9 10 11 12 അല്ലേ? ഇത് എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടി? 12. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ഇതിന്റെ പീരീഡ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം. പീരീഡ്. അപ്പോൾ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഈ മുന്നിൽ എഴുതിയിരിക്കുന്ന നമ്പറിൽ 1 2 3 എന്നൊക്കെ പറയുന്നത് ഇത് ഷെൽ നമ്പർ ആണ്. ഷെൽ നമ്പർ അല്ലേ? അപ്പോൾ ഈ ഷെൽ നമ്പറും പീരീഡ് നമ്പറും സെയിം ആയിരിക്കും. ഓക്കെ, ഇതിൽ അപ്പോൾ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ ആയിരിക്കും പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 2 3 ഏറ്റവും വലുത് ഏതാണ്? 3 അല്ലേ ഏറ്റവും വലുത്? അപ്പോൾ ആ 3 ആണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലമെന്റ് 3rd പീരീഡിൽ കിടക്കുന്ന ഒരു എലമെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഗ്രൂപ്പ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ് ഒരു ചേഞ്ച് വരുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ടീച്ചർ എന്താണ് ബ്ലോക്ക് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കണ്ടുപിടിക്കാന്ന്. അപ്പോൾ ശ്രദ്ധിക്കൂ, എങ്ങനെ നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുക? ലാസ്റ്റത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ കയറുന്നത് അതാണ് നമ്മുടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. എന്താണ്? ലാസ്റ്റത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ കയറുന്നത് അതാണ് നമ്മുടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ നോക്കിയാൽ ലാസ്റ്റത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് കയറിയിരിക്കുന്നത്? എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലല്ലേ കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം ഇത് ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. അങ്ങനെ എസ് ബ്ലോക്ക് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാമെന്ന് നോക്കാൻ പോവാണ്. ഇവിടെ നോക്കിക്കോ, ഈ എസിന്റെ മേലെയുള്ള നമ്പർ ഏതാണോ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ്. 2 വരാൻ ചാൻസ് ഉള്ളൂ. ഒന്നില്ലെങ്കിൽ 1 ആയിരിക്കും വരിക, അല്ലെങ്കിൽ 2 ആയിരിക്കും വരിക. ഇപ്പോൾ ഇവിടെ 2 ആണല്ലോ. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതെടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. കിട്ടിയോ? നമുക്ക് അറ്റോമിക് നമ്പർ ഓൾറെഡി 12 ആണെന്ന് കിട്ടി. 12 ആണെന്നുണ്ടെങ്കിൽ അത് ഏത് എലമെന്റ് ആയിരിക്കും മക്കളെ? 12ാമത്തെ എലമെന്റ് ഏതാണ് നമ്മുടെ അറ്റോമിക് പീരിയോഡിക് ടേബിളിൽ? മെഗ്നീഷ്യം ആണ് അല്ലേ? 12ാമത്തെ എലമെന്റ് ആരാണ്? മെഗ്നീഷ്യം ആണ്. ഇനി മെഗ്നീഷ്യം ഏത് ഫാമിലിയിൽ പെട്ടതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? 2ാമത്തെ ഗ്രൂപ്പ് അല്ലേ? 2ാമത്തെ ഗ്രൂപ്പ് ഏത് ഫാമിലിയാണ്? 2ാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് അല്ലേ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഡാറ്റാസ് നമുക്ക് ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വെച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇതേപോലെ തന്നെ ഞാൻ റാൻഡം ആയിട്ട് പറഞ്ഞ ഇതാണ് 1s2 2s2 2p5. ഇതൊരു എലമെന്റ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. അറ്റോമിക് നമ്പർ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്? ഇതിന്റെ മുകളിലുള്ള ഈ എലമെന്റ്സ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക? അതൊന്ന് ജസ്റ്റ് എണ്ണി നോക്കാം. 5 6 7 8 9. അപ്പോൾ അറ്റോമിക് നമ്പർ നമുക്ക് കിട്ടി 9 ആണ് അറ്റോമിക് നമ്പർ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ബ്ലോക്ക് ഏതാണ്? ബ്ലോക്ക് ഏത് ബ്ലോക്കിൽ കിടക്കുന്ന എലമെന്റ് അത്? ഏത് ബ്ലോക്കാണ്? ലാസ്റ്റത്തെ ഇലക്ട്രോൺ കയറിയത് ഏത് സബ്ഷെല്ലാണ്? പിയിലല്ലേ കയറിയത്. അപ്പോൾ ഏത് ബ്ലോക്ക് ആയിരിക്കും? പി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം അല്ലേ? ഗ്രൂപ്പ് ഒന്ന് കണ്ടുപിടിക്കാം. ഇത് ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്ക് അല്ലേ? പി ബ്ലോക്കിൽ എങ്ങനെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക? ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. എസ് ഭാര്യയല്ല. എസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ എസിന്റെ മേലെയുള്ള ആരാണോ എടുത്ത് എഴുതിയാൽ മതി. 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2 എടുത്ത് എഴുതിയാൽ. പി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പിയുടെ മേലെയുള്ള ഇലക്ട്രോൺസ് 5 എണ്ണല്ലേ? ആ 5ന്റെ കൂടെ എന്തും കൂടെ കൂട്ടണം? ഒരു 12 കൂടെ കൂട്ടണം. അപ്പോൾ ടോട്ടൽ എത്ര വരും? 17 എന്ന് വരും. അപ്പോൾ 17 ആണ്. പി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കേണ്ട രീതിയാണ് പറഞ്ഞത്. പിയുടെ മേലെയുള്ള ഇലക്ട്രോൺസിന്റെ കൂടെ എത്രയും കൂടെ കൂട്ടണം? ഒരു 12 കൂടെ ആഡ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ മനസ്സിലായി ഇതൊരു 17ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ് ആണ്. ഇനി നമുക്ക് പീരീഡ് കണ്ടുപിടിക്കേണ്ടേ? പീരീഡ് എങ്ങനെ മക്കളെ കണ്ടുപിടിക്കാം? പീരീഡ് ഞാൻ എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ ഷെൽ നമ്പർ ആണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാ? ഈ 2 അല്ലേ ഏറ്റവും വലുത്. അപ്പോൾ എനിക്ക് നേരിട്ട് എടുത്ത് എഴുതാം ഇത് 2 ആണെന്നുള്ളത്. ഇത് ഏത് എലമെന്റ് ആണെന്ന് മനസ്സിലായോ? അറ്റോമിക് നമ്പർ കാണുമ്പോൾ ഏത് എലമെന്റ് ആണ്? 9ാമത്തെ അറ്റോമിക് നമ്പർ ആരെയാണ്? ഫ്ലൂറിന്റെ അല്ലേ? അപ്പോൾ ഇത് ഫ്ലൂറിൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫ്ലൂറിൻ ഏത് ഫാമിലിയിൽ വരുന്ന ആളാണ്? 17ാമത്തെ ഫാമിലി, 17ാമത്തെ ഗ്രൂപ്പ് ഏത് ഫാമിലിയാണ്? ഹാലോജൻ ഫാമിലി. ശരിയല്ലേ? അപ്പോൾ കിട്ടി. നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഇത് വെച്ചിട്ട് കിട്ടി. അപ്പോൾ പി എങ്ങനെ കണ്ടുപിടിക്കാന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ വീണ്ടും എഴുതാണ്. എക്സ് ഇസ് ഈക്വൽ ടു 1s2 2s2 2p6 3s2 3p6 4s2 3d2.
ഇങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതും അതുപോലെ തന്നെ കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം എന്താ കണ്ടുപിടിക്കാൻ പോകണം? നമ്മുടെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, ഡൺ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഇത് ഡി വരുന്നത് ആകെ ഡി ബ്ലോക്ക് എലമെന്റിലല്ലേ ഡി വരിക. അപ്പോൾ ഇതിന്റെ മേലെയുള്ള സംഭവം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ഇവിടെ 2 ആണ് അല്ലേ? 2 2 ആയതുകൊണ്ട് ഇത് എന്തായിരിക്കും? 22 ആയിരിക്കും അതിന്റെ അറ്റോമിക് നമ്പർ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നോക്കാം. 6 7 8 9 10 11 12 18 20 22. അപ്പോൾ 22ാമത്തെ എലമെന്റ് ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ 22 എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കണം അല്ലേ? ഏത് ബ്ലോക്കാ? ലാസ്റ്റ് ഇലക്ട്രോൺ കെയർ ചെയ്ത് എവിടെയാണ്? ലാസ്റ്റ് ഇലക്ട്രോൺ കെയർ ചെയ്ത് ഡിയിലാണ്. ശ്രദ്ധിക്കണം, എസ് എന്ന് എഴുതി കളയരുത്. ഇത് ചിലപ്പോൾ തിരിച്ചു തരാം. അതായത് 3D ആദ്യം എഴുതിയിട്ട് 4S അപ്പുറത്ത് എഴുതാം. അങ്ങനെയും തരാറുണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. നടക്കേണ്ടത് ഇങ്ങനെയാണെങ്കിലും എഴുതേണ്ടത് ഇത് 2 തിരിച്ചിട്ടാണ് എഴുതേണ്ടത്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കരുത്. ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ കയറുന്നത് അതാണ് ബ്ലോക്ക് കേട്ടോ. നിങ്ങൾ ലാസ്റ്റ് എവിടെ കയറ്റിയത്? 3Dയിലല്ലേ കയറിയത്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ് ആണ് കേട്ടോ. ഇതൊന്നും നോക്കാനില്ല. ആകെ നിങ്ങൾക്ക് 4Sഉം 3Dയും വന്നത് ഡി ബ്ലോക്ക് എലമെന്റ് തന്നെയാണെന്ന് ഉറപ്പിക്കാം കേട്ടോ. ഇനി അതേപോലെ നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കേണ്ടേ? ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം? ശ്രദ്ധിച്ചിരുന്നോ? ഈ അവസാനത്തെ എസും ഡിയും ഇല്ലേ, ഈ 2 ഇലക്ട്രോൺസിന്, അതിന്റെ മേലെ കാണുന്ന ഈ 2 ഇലക്ട്രോൺസിന് നിങ്ങളൊന്ന് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി ഇതേപോലെ തന്നെ പീരീഡ് കണ്ടുപിടിക്കേണ്ടേ? പീരീഡ് നിങ്ങൾ ഒന്നും നോക്കാനില്ല. ഈ തന്നിരിക്കുന്ന ഫ്രണ്ടിലുള്ള ഈ ഷെൽ നമ്പറിൽ ഏറ്റവും വലുത് ഏതാ? 4 അല്ലേ? അവിടെ 3 കൊണ്ടുപോയിട്ട് എഴുതി വെക്കരുത്. 4 ആണ് വലുത്. അപ്പോൾ ഏതായിരിക്കും? 4th പീരീഡിൽ കിടക്കുന്ന എലമെന്റ് ആയിരിക്കും. ഇനി ഏതാണ് എലമെന്റ് എന്നുള്ളത് മനസ്സിലായോ? 22ാമത്തെ എലമെന്റ് ഏതാണ്? ടൈറ്റാനിയം. ശരിയല്ലേ? ഇത് ടൈറ്റാനിയം ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അതേപോലെ തന്നെ ഇത് എവിടെ വരുന്ന എലമെന്റ്സ് ആണ്? നടുക്കുള്ള എലമെന്റ്സിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ട്രാൻസിഷൻ. 3 to 12 എലമെന്റ്സിനെ നമ്മളൊരു പേര് വിളിക്കില്ലേ? എന്താ വിളിക്കുക? ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതൊരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. കിട്ടിയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ SPD അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് കുറച്ച് വ്യത്യാസമുള്ളത്. അപ്പോൾ S ആണെങ്കിൽ അതിന്റെ മേലെ ഏതാണോ വരുന്നത്? 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും. P ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലാസ്റ്റത്തെ പിയുടെ മുകളിലുള്ള ഇലക്ട്രോൺസിന്റെ കൂടെ ഒരു 12 ചേർക്കുക. ഓക്കെ, D ആണെങ്കിൽ എന്ത് ചെയ്യുക? ലാസ്റ്റ് വരുന്ന 4Sഉം 3Dയും വരില്ലേ, അതിന്റെ മുകളിലുള്ള ഇലക്ട്രോൺസ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഏതാന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ പഠിച്ച 4 ബ്ലോക്കുകളുണ്ട് അല്ലേ? ഈ ബ്ലോക്കുകളുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഏതാ പഠിച്ചത്? എസ് ബ്ലോക്ക് അല്ലേ പഠിച്ചത്? അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ എസ് ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസ്. കുറച്ച് പ്രോപ്പർട്ടീസുകൾ വേഗം പഠിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഏതൊക്കെയായിരുന്നു എസ് ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് എസ് ബ്ലോക്ക് എലമെന്റ്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ആർക്കെങ്കിലും ഉൾപ്പെടുന്നത്? നമ്മുടെ ഹൈഡ്രജൻ വരുന്നുണ്ട്, ലിഥിയം വരുന്നുണ്ട്, പിന്നെ താഴെ സോഡിയം ഉണ്ട്, പിന്നെ പൊട്ടാസ്യം വരുന്നുണ്ട് അല്ലേ? റുബീഡിയം, സീസിയം, ഫ്രാൻസിയം വരുന്നുണ്ട്. ഇനി അതേപോലെ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നമ്മുടെ കാൽഷ്യം, മഗ്നീഷ്യം, ബെറിലിയം, സ്ട്രോൺഷ്യം ഒക്കെ വരുന്നത് എവിടെയാണ്? അത് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലാണ്. ഇനി എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എല്ലാവരും മെറ്റൽസ് ആയിരിക്കും. ഓർത്ത് വെക്കുക, എല്ലാ ആൾക്കാരും മെറ്റൽസ് ആയിരിക്കും. ഇനി അടുത്ത പ്രത്യേകത എന്താണ്? ലോ അയോണൈസേഷൻ എനർജി. എന്താ മക്കളെ ഈ അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിലെ ഔട്ടർമോസ്റ്റ് ഷെല്ല് അല്ലേ? ഇപ്പൊ ഇതാണ് ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല്. ഈ ഒരു ഇലക്ട്രോണിനെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് ചാടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് എന്ത് വിളിക്കുക? അയോണൈസേഷൻ എനർജി എന്ന് വിളിക്കുക. എന്താ പറഞ്ഞത്? ഒരു ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന എനർജിനെയാണ് എന്ത് വിളിക്കുക? അയോണൈസേഷൻ എനർജി എന്ന് വിളിക്കാം. അപ്പോൾ ഈ അയോണൈസേഷൻ എനർജി എങ്ങനെയാണ്? സൈസ് കൂടുന്തോറും അയോണൈസേഷൻ എനർജി കുറഞ്ഞു വരിക ചെയ്യാം. ശ്രദ്ധിക്കുക, സൈസ് കൂടുന്തോറും, ആറ്റത്തിന്റെ വലിപ്പം കൂടുന്തോറും അയോണൈസേഷൻ എനർജി എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതേപോലെ സൈസ് ഓഫ് ദ ആറ്റം ചെറുതാവും തോറും അയോണൈസേഷൻ എനർജി എന്ത് ചെയ്തു വരും? കൂടുതലായി വരികയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ മനസ്സിലാക്കാം, നമ്മുടെ ഗ്രൂപ്പ് വൈസ് നോക്കുമ്പോൾ, ഗ്രൂപ്പ് വൈസ് വരുമ്പോൾ താഴോട്ടേക്ക് വരുന്തോറും അയോണൈസേഷൻ എനർജിക്ക് എന്താ സംഭവിക്കുക? സൈസ് ഓഫ് ദ ആറ്റം കൂടി വരികയല്ലേ ഷെല്ല് കൂടുന്നതുകൊണ്ട്. അപ്പോൾ അയോണൈസേഷൻ എനർജി അതിനനുസരിച്ച് എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക. ശ്രദ്ധിക്കാട്ടോ, കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് അഥവാ പീരീഡ് വൈസ് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആറ്റം ഷ്രിങ്ക് ചെയ്ത് വരികയല്ലേ ചെയ്യുന്നത്? ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, പക്ഷെ ഷെൽ നമ്പർ കൂടുന്നില്ല. അതൊക്കെ നിങ്ങൾ 9th പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്ത് സംഭവിക്കും? ആറ്റത്തിന്റെ സൈസ് ചെറുതാവും. അപ്പോൾ എന്താണ്? അയോണൈസേഷൻ എനർജി എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. അപ്പോൾ മക്കളെ, നമ്മുടെ ഏറ്റവും അയോണൈസേഷൻ എനർജി കൂടുതലുള്ള ആൾക്കാരായിരിക്കും? പീരിയോഡിക് ടേബിളിന്റെ റൈറ്റ് സൈഡിലുള്ളവർക്കായിരിക്കും ഏറ്റവും അയോണൈസേഷൻ എനർജി കൂടുതൽ ഉണ്ടായിരിക്കാം. കേട്ടല്ലോ? അപ്പോൾ ഇവർക്ക് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? കുറവായിരിക്കും അയോണൈസേഷൻ എനർജി. ഒന്ന് ഓർച്ച് വെക്കുക, ഇവർക്കെല്ലാം കുറവായിരിക്കും കേട്ടോ. ഇനി അടുത്തതാണ് ഇലക്ട്രോ നെഗേറ്റിവിറ്റി. എന്താ ഈ ഇലക്ട്രോ നെഗേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ആറ്റത്തിന് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള പവറിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗേറ്റിവിറ്റി എന്ന് പറയാം. ഇപ്പോൾ ഇവർ മെറ്റൽസ് അല്ലേ? മെറ്റൽസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മെറ്റൽസിന് എപ്പോഴും ഇലക്ട്രോൺസിനെ കളയാനാണ് ഇഷ്ടം. എന്താ ഇഷ്ടം? മെറ്റൽസിന് ഇലക്ട്രോൺസിനെ എപ്പോഴും കളയാനാണ് ഇഷ്ടം. ഓക്കെ, പിടിച്ചു വെക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ആരായിരിക്കും പിടിച്ചു വെക്കുന്നുണ്ടാവുക? നോൺ മെറ്റൽസ് ആണ് ഇലക്ട്രോൺസിനെ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവർ. അവർക്കാണ് ഇലക്ട്രോൺസിനെ വേണ്ടത്. ഇവരെപ്പോഴും എന്ത് ചെയ്യാനാണ് ശ്രമിക്കുക? കളയാനാണ് ശ്രമിക്കുക. അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മെറ്റൽസിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ്.
മക്കളെ നിങ്ങൾക്ക് വാലൻസി എന്താണെന്ന് അറിയില്ലേ? എന്താ വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലേ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അയോണിക് ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതിൽ എന്താ ചെയ്യുന്നത്? ഒരു ആറ്റം മറ്റൊരു ആറ്റത്തിന് ഇലക്ട്രോൺ കൊടുക്കുക, അല്ലെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ എന്താ ചെയ്യുക? പരസ്പരം അവർ ഷെയർ ചെയ്യുമെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഷെയർ ചെയ്യുന്നതോ വാങ്ങുന്നതോ കൊടുക്കുന്നതോ ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണെന്ത്? വാലൻസി എന്ന് പറയുന്നത്. എന്താ വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം ഒരു ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എന്താണ്? ഒന്നില്ലെങ്കിൽ ഇലക്ട്രോൺസ് കൊടുക്കും, അതിന്റെ എണ്ണം, അല്ലെങ്കിൽ ചിലവർ ഇലക്ട്രോൺസ് വാങ്ങും, അപ്പോൾ അതിന്റെ എണ്ണം, അല്ലെങ്കിൽ എന്താണ്? ഷെയർ ചെയ്യും അല്ലെ ഇലക്ട്രോൺസ് പരസ്പരം. ആ ഇലക്ട്രോൺസിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണെന്ത്? വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് വാലൻസി ആണെങ്കിൽ എന്താ ഓക്സിഡേഷൻ നമ്പർ? മക്കളെ നമ്മൾ ഇലക്ട്രോൺസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചാർജാണ് വരുന്നത്? പോസിറ്റീവ് ചാർജ് അല്ലേ വരുന്നത്? ഇലക്ട്രോൺസ് വിട്ട് കൊടുത്താൽ പോസിറ്റീവ്, വാങ്ങിയാൽ നെഗറ്റീവ്, വിട്ടാ പോസിറ്റീവ്, വാങ്ങിയാൽ നെഗറ്റീവ്, അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മെറ്റൽസിന് എന്തിനുള്ള ടെൻഡൻസി കൂടുതലാണ്? എപ്പോഴും കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് കേട്ടോ. എപ്പോഴും ഇലക്ട്രോൺസ് കളയാനാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവിലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. കിട്ടിയല്ലോ. ഇനി ഫസ്റ്റ് ഗ്രൂപ്പുകാർ, അതായത് സോഡിയത്തിന്റെ ആ ഒരു ആൾക്കാർ, സോഡിയം പൊട്ടാസ്യം, അവരൊക്കെ എന്താണ്? ഒരു ഇലക്ട്രോൺ ആണ് കൊടുക്കുക. അങ്ങനെയെങ്കിൽ അവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? +1 ആയിരിക്കും കേട്ടോ. +1 ആർക്കൊക്കെ ഉണ്ടാവുക? ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇവരുടെ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? +1 ആയിരിക്കും ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പുകാർ എന്താ ചെയ്യാം? അവരെപ്പോഴും 2 ഇലക്ട്രോൺസ് കൊടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എത്രയായിരിക്കും? +2 ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആരൊക്കെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ളത്? ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, ഈ 3 പേരെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. +2 ആയിരിക്കും അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് +1 ഓക്സിഡേഷൻ ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഷോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി അടുത്ത എന്താണ്? ഫോംസ് അയോണിക് കോമ്പൗണ്ട്സ് ആൻഡ് ബേസിക് ഓക്സൈഡ്. മക്കളെ ഇവരെ കോമ്പൗണ്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ കൂടുതലും എന്താ ഉണ്ടാക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവർ മെറ്റൽസ് ആണല്ലോ. ഒരു മെറ്റൽ നോൺ മെറ്റലുമായിട്ട് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് എപ്പോഴും എന്ത് നേച്ചർ ആയിരിക്കും? അയോണിക് നേച്ചർ ആയിരിക്കും. നിങ്ങൾക്കറിയാം NaCl, നമ്മൾ കോമൺ സാൾട്ട് അഥവാ ഉപ്പ് എന്ന് പറയുന്ന സാധനം അല്ലേ? ഇവിടെ നോക്കിയാൽ നമുക്കറിയാം Na എന്ന് പറയുന്നത് മെറ്റലാണ്, Cl എന്ന് പറയുന്നത് നോൺ മെറ്റലാണ്. ഒരു മെറ്റലും നോൺ മെറ്റലും തമ്മിലുള്ള ബോണ്ടിങ് എന്തായിരിക്കും? അയോണിക് ബോണ്ടിങ് ആയിരിക്കും. ഇങ്ങനെ അയോണിക് ബോണ്ടിങ് വഴി ഉണ്ടായ കോമ്പൗണ്ട്സിനെ നമ്മൾ എന്താ വിളിക്കുക? അയോണിക് കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുക അല്ലേ? അപ്പോൾ ഇവരെല്ലാവരും എന്തുണ്ടാക്കുന്നവരാണ്? അയോണിക് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കുന്നവരാണ് അല്ലെ. ഇനി അടുത്തത് എന്താണ്? ബേസിക് ഓക്സൈഡ്സ് ആയിരിക്കും. പൊതുവെ മെറ്റൽസിന്റെ ഓക്സൈഡ്സ് എല്ലാം ബേസിക് നേച്ചർ ആണ്. അപ്പോൾ ഈ ഓക്സൈഡ് പറയുമ്പോൾ എങ്ങനെ എഴുതാം നമ്മൾ? ആദ്യത്തെ ആളുടെ ഓക്സൈഡ് എങ്ങനെയാണ്? സോഡിയം ഓക്സൈഡ് അല്ലേ? സോഡിയം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ് അല്ലേ? ഇപ്പോൾ ഇതൊക്കെ മെറ്റൽസിന്റെ ഓക്സൈഡ്സ് ആണ്. അവർക്കൊക്കെ എന്ത് നേച്ചറാണ് മക്കളെ ഉണ്ടാവുക? ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചർ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എസ് ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് പഠിക്കാം. ഒന്നും കൂടെ പറയാണ്. ആദ്യത്തെ ഏതൊക്കെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി അതേപോലെ തന്നെ ഇവിടെ ബ്ലോക്ക് അല്ല കേട്ടോ, ഇവിടെ ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ്. പിന്നെ എല്ലാവരും ഓൾ ആർ മെറ്റൽസ്. പിന്നെ എല്ലാവർക്കും കുറവായിരിക്കും. ലോ അയണൈസേഷൻ എന്താൽപി, ലോ ഇലക്ട്രോനെഗേറ്റിവിറ്റി. പിന്നെ എന്താണ്? അവർ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഗ്രൂപ്പ് 1കാർ +1 ഗ്രൂപ്പ് 2കാർ +2 ആണ് കാണിക്കുന്നത്. പിന്നെ അവർ എന്ത് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുക? അവരെപ്പോഴും അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാക്കുക. അതേപോലെ അവരുടെ മെറ്റൽ ഓക്സൈഡ്സിന്റെ നേച്ചർ എന്തായിരിക്കും? ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? എസ് ബ്ലോക്കിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത ബ്ലോക്കാണ് പി ബ്ലോക്ക്. നോക്കല്ലേ പി ബ്ലോക്ക്? നോക്കിയേ എത്ര വരെയുള്ള എലമെന്റ്സ് ആണെന്ന്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനൊക്കെ നമ്മൾ എന്താ വിളിക്കുക? പി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് വിളിക്കുക. പിന്നെ അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാ സ്റ്റേറ്റിലും കാണപ്പെടും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, ഇതാണല്ലോ നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതുണ്ട്, ഈ ലാസ്റ്റത്തെ സെറ്റിലുള്ള എല്ലാവരും എന്താണ്? ഗ്യാസ് ആണ്. ഇതൊക്കെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ, അതായത് നമ്മുടെ നോബിൾ ഗ്യാസ് എന്നല്ല അവരുടെ പേര്, 18ാമത്തെ ഗ്രൂപ്പ് വരെ. അപ്പോൾ അവരൊക്കെ ഗ്യാസ് ആണ്. ഇനി ഇവിടെയാണെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് ഗ്യാസുകൾ തന്നെ കാണാൻ പറ്റുക. ഈ ഫ്ലൂറിൻ, ക്ലോറിൻ പറഞ്ഞവരൊക്കെ ഗ്യാസ് ആണ്. ഈ ബ്രോമിൻ എന്ന് പറയുന്ന മെറ്റൽ എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള നോൺ മെറ്റൽ ആണ് കേട്ടോ. എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള നോൺ മെറ്റൽ ആണ്. ഇനി അതേപോലെ തന്നെ എന്താണ്? അയോഡിനൊക്കെ സോളിഡ് സ്റ്റേറ്റിൽ വരുന്നതാണ്. ഇനി അത് കൂടാതെ മക്കളെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ബോറോൺ, അതേപോലെ സിലിക്കൺ, ഇങ്ങനെ വായോ, ബോറോൺ, സിലിക്കൺ, അതേപോലെ ഉണ്ടോ ആർസനിക്, ടെല്യൂറിയം, ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ എന്താണ്? അവരൊക്കെ മെറ്റലോയിഡ്സ് എന്ന് വിളിക്കും. എന്താ മെറ്റലോയിഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ? മെറ്റൽസ് ആണോ ചോദിച്ചാൽ മെറ്റൽസ് അല്ല, നോൺ മെറ്റൽസ് ആണോ നോൺ മെറ്റൽസ് അല്ല, അങ്ങനെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നവർ. അപ്പോൾ അവരൊക്കെ മെറ്റലോയിഡ്സ് ആണ്. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ മെറ്റൽസിനെയും കാണാൻ പറ്റും. 13ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ മെറ്റൽസ് ആണ്. ഈ ബോറോൺ, അലൂമിനിയം, ഈ 2 പേര് എന്താണ്? മെറ്റൽസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? നോൺ മെറ്റൽസും കണ്ടു നമ്മൾ, മെറ്റൽസും കണ്ടു നമ്മൾ, മെറ്റലോയിഡ്സും കണ്ടു. അപ്പോൾ ഈ ബ്ലോക്കിൽ എടുത്ത് ഇവരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്താണ്? എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിലുള്ളവരെ കാണാൻ പറ്റും. സോളിഡ് സ്റ്റേറ്റിലുള്ളവരെ കാണാൻ പറ്റും. ഈ പറഞ്ഞ മെറ്റൽസ് ഒക്കെ സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും. പിന്നെ ലിക്വിഡ് സ്റ്റേറ്റുള്ള ബ്രോമിനെ ഞാൻ പറഞ്ഞു അല്ലേ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളവർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുറച്ച് ഗ്യാസസേ ഉള്ളൂ. ഈ പ്രധാനമായിട്ടും ഈ അവസാനത്തെ കാണുന്നതൊക്കെ ഗ്യാസസ് ആണ്. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ ഒക്കെ ഗ്യാഷ്യസ് ആയിട്ട് വരുന്ന ആറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീണ്ടും നമ്മുടെ ഇതിലേക്ക് പോവാം.
ഓക്കെ, എന്താണ് എക്സിസ്റ്റ് ഇൻ എ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് നമ്മളിപ്പോൾ കണ്ടു. ഇനി മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, ഇനേർട്ട് ഗ്യാസസ് ഉണ്ട്. ഇതൊക്കെ അടങ്ങിയതല്ലേ നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവർ എസ് ബ്ലോക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ നാം പറഞ്ഞു ലോ അയണൈസേഷൻ എനർജി, ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവരെന്താണ്, ഇവർ ഹൈ അയണൈസേഷൻ എനർജിയാണ് കേട്ടോ. സൈസ് ഭയങ്കര ചെറുതായതുകൊണ്ട് അയണൈസേഷൻ എനർജി ഭയങ്കര കൂടുതലായിരിക്കും. അതേപോലെ ഇവർക്ക് വാങ്ങാൻ, ഇലക്ട്രോൺസ് വാങ്ങാനാണ് ഇവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അതുകൊണ്ട് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിരിക്കും. ഇനി അവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുത്ത് നോക്കിയേ, എന്താണ് പോസിറ്റീവ് കാണിക്കുന്നവരുണ്ട്, നെഗറ്റീവ് കാണിക്കുന്നവരുണ്ട്. ഈ ബോറോൺ, അലൂമിനിയം, ഈ രണ്ടാൾക്കാരില്ലേ, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ 13ാമത്തെ ഗ്രൂപ്പ്, അവരിലൊക്കെ നിങ്ങൾക്ക് കാണാം +3 ഇങ്ങനെയായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവുക. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബൺ ഫാമിലി ഉണ്ട് അല്ലേ. കാർബൺ ഫാമിലി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, +4 ആണ് കാർബൺ ഫാമിലി. കാർബൺ, സിലിക്കൺ ഇവരൊക്കെ എന്താണ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അത് കഴിഞ്ഞാൽ വരുന്നത് നൈട്രജൻ ഫാമിലിയാണ്. നൈട്രജൻ തൊട്ടിട്ട് എന്താണ് മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാം, -3. ഫോസ്ഫറസും ഇതേപോലെ തന്നെ -3 ആയിരിക്കും വരിക, -3. അതേപോലെ ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ എന്ത് വരും, -2 വരും. ഇനി ഫ്ലൂറിൻ എടുക്കുകയാണെങ്കിൽ എന്താണ് -1 വരും. അപ്പോൾ കണ്ടോ, രണ്ട് പോസിറ്റീവ് ഉള്ളവരുണ്ട്, നെഗറ്റീവ് ഉള്ളവരും എവിടെ ഉൾപ്പെടുന്നുണ്ട്, പി ബ്ലോക്ക് എലമെന്റ്സിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പി ബ്ലോക്ക് എലമെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 13 to 18 അവിടെ വരുന്നവരാണ്. പിന്നെ അവർ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എല്ലാ തരത്തിലുള്ള എലമെന്റ്സ് ഉണ്ട്. മെറ്റൽസ് കാണാം, മെറ്റലോയിഡ്സ് കാണാം, നോൺ മെറ്റൽസ് കാണാം, അതേപോലെ ഇനേർട്ട് ഗ്യാസസും ഉൾപ്പെടുന്നതാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. പിന്നെ എല്ലാം കൂടുതലായിരിക്കും അല്ലേ, ഹൈ ഇലക്ട്രോണെഗറ്റിവിറ്റി ആയിരിക്കും, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും. അതേപോലെ ഓക്സിഡേഷൻ നമ്പർ ശ്രദ്ധിക്കുക, എന്താണ് പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പറും കാണിക്കും, നെഗറ്റീവ് ഓക്സിഡേഷൻ നമ്പറും അവർ കാണിക്കും. ഓക്കെ ആണോ? ഇനി അങ്ങനെയെങ്കിൽ ഇതേ നമ്മുടെ അടുത്ത ആൾക്കാരെ നോക്കാം. അടുത്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ, പീരിയോഡിക് ടേബിളിന്റെ സെന്ററിൽ വരുന്ന ആൾക്കാരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഏതൊക്കെയാണ് ഗ്രൂപ്പുകാർ? 3 മുതൽ 12 വരെ. ചിലപ്പോൾ ചോദിക്കും കേട്ടോ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 3 മുതൽ 12 വരെയുള്ളവരാണ് ആര്, ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്താ, എല്ലാവരും മെറ്റൽസ് ആണ്, എല്ലാവരും മെറ്റൽസ് ആണ് കേട്ടോ. കൂടുതലും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അയൺ, കോപ്പർ ഇതെല്ലാം ഉൾപ്പെടുന്നത് ആ ഡി ബ്ലോക്ക് എലമെന്റിലാണ്. അതും കൂടെ ഓർത്ത് വെക്കാം. പിന്നെ ഇവരെ മറ്റൊരു പ്രോപ്പർട്ടി എന്താണ്, ഷോ ദ സെയിം പ്രോപ്പർട്ടീസ് ഇൻ ദ ഗ്രൂപ്പ് ആസ് വെൽ ആസ് പീരീഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ആ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഓരോ ഗ്രൂപ്പിൽ വരുന്നവർ, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാ എലമെന്റ്സിനും ഒരേ സ്വഭാവമായിരിക്കും, ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതേപോലെ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നവരൊക്കെ എന്താണ്, ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. പക്ഷേ ഡി ബ്ലോക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഹൊറിസോണ്ടലി എടുത്താലും അതേപോലെ വെർട്ടിക്കലി എടുത്താലും എന്താണ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. എന്താണ് ഹൊറിസോണ്ടലി എടുത്താലും വെർട്ടിക്കലി അഥവാ പീരീഡ് വൈസ് എടുത്താലും ഗ്രൂപ്പ് വൈസ് എടുത്താലും പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും, ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനുള്ള റീസൺ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസിൽ അധികം വേരിയേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, ഈ എലമെന്റ്സിന്റെ സൈസിൽ അധികം വേരിയേഷൻസ് കാണിക്കാത്തത് കൊണ്ടാണ്. അതിനുള്ള റീസൺ ഉണ്ട്, അത് നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക, സൈസ് വേരി ചെയ്യുമ്പോഴാണ് ഈ പ്രോപ്പർട്ടീസ് കൂടുതലും വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സൈസിൽ പ്രത്യേകിച്ച് വേരിയേഷൻസ് ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് കാണിക്കും, ഗ്രൂപ്പിലും അതേപോലെ പീരീഡിലും ഒരേ പ്രോപ്പർട്ടീസ് അവർ എക്സിബിറ്റ് ചെയ്യും. ഓർത്ത് വെക്കാം. ഇനി അടുത്തത് എന്താണ്, ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇത്രയും നേരം പറഞ്ഞതിലൊക്കെ നമ്മൾ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നില്ലെങ്കിൽ +1 അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ -3 അല്ലെങ്കിൽ +3 അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഡി ബ്ലോക്കിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേരിയബിൾ വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ട 2 പേരാണ്. ഒന്ന് കോപ്പർ ആണ് അല്ലേ. കോപ്പർ ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക, ഒന്ന് +1 ആണ് കാണിക്കുക, +1. പിന്നെ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. +1ഉം +2. +1 ആണെങ്കിൽ നമ്മൾ കോപ്പറിനെ എന്താ വിളിക്കുക, കുപ്രസ് എന്നാണ് വിളിക്കുക. എന്താണ് കുപ്രസ്. ഇനി +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് വിളിക്കും, കുപ്രിക് എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ കുപ്രസും ഉണ്ട്, കുപ്രിക്കും ഉണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ എഫ് കാണിക്കും ഇതേപോലെ. +2 ഉണ്ട്, Fe+3 ഉണ്ട് കേട്ടോ. +3 ഉണ്ട്, +2 ഉണ്ട്. ശ്രദ്ധിക്കുക, കോപ്പർ +1ഉം +2 ആണ്, Fe എന്താണ് +2ഉം +3 ആണ്. അപ്പോൾ +2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഫെറസ് ആണത്. എന്താണ് ഫെറസ് കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുക. +3 ആണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക, ഫെറിക് കോമ്പൗണ്ട്സ് ആണ് വിളിക്കുക. എന്താ വിളിക്കുക, ഫെറിക് കോമ്പൗണ്ട്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് മാംഗനീസിനാണ്. ഏകദേശം +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആര് കാണിക്കുന്നുണ്ട്, നമ്മുടെ മാംഗനീസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിലധികം ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ആര് കാണിക്കും, ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി മറ്റൊരു പ്രത്യേകതയാണ് ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്, എന്താ സംഭവം? ഇത് കോപ്പർ സൾഫേറ്റ് ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. നമ്മുടെ തുരിശ് എന്ന് പറയുന്ന സാധനം കോപ്പർ സൾഫേറ്റ്. ഈ ഒരു സാൾട്ട്, ഇതൊരു ഉപ്പാണ് കേട്ടോ. ഈ ഒരു ഉപ്പിന് ഈ നീല കളർ കൊടുക്കാനുള്ള കാരണം എന്താണ്, ഇതിൽ ഈ കോപ്പർ എന്ന് പറയുന്ന ആളുള്ളതുകൊണ്ടാണ്. കോപ്പർ ഏത് ബ്ലോക്കിലുള്ള ആളാണ്, ഡി ബ്ലോക്കിലുള്ള എലമെന്റ് ആണ്. ഇനി അതേപോലെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ പച്ച കളർ സാൾട്ട് ഏതാണെന്നറിയോ, ഇതാണ് ഫെറസ് സൾഫേറ്റ് സാൾട്ട്, ഫെറസ് സൾഫേറ്റ്. അപ്പോൾ ഇവിടെ നോക്കാം അയൺ ഉണ്ട് അല്ലേ. ഈ അയൺ ഉള്ളത് കൊണ്ടാണ് ഇതിന് എന്ത് കളറിൽ കാണുന്നത്, ഈ പച്ച കളറിൽ കാണുന്നത് കേട്ടോ. ഈ കൊബാൾട്ടിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിങ്കോ അല്ലെങ്കിൽ റെഡ് ഒക്കെ ആയിട്ടുള്ള കളറിലായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റിന്റെ സാൾട്ടുകൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് കാണാം, കളേഴ്സ് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതല്ലാതെ വേറെ കാര്യങ്ങൾ പറയാട്ടോ ഡി ബ്ലോക്കിനെ കുറിച്ചിട്ട്. എന്താണ്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഹേബേഴ്സ് പ്രോസസ്. ഓർക്കുണ്ടോ നിങ്ങൾ? ഹേബേഴ്സ് പ്രോസസ് എന്തായിരുന്നു? ഹേബേഴ്സ് പ്രോസസ് അമോണിയയുടെ പ്രിപ്പറേഷൻ അല്ലേ, N2+
3H2 ഗീവ്സ് എന്തായിരുന്നു 2NH3. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഈ റിയാക്ഷൻ അല്ലേ? ഇതാണ് നമ്മുടെ ഹേബേഴ്സ് പ്രോസസ്. ഈ ഹേബേഴ്സ് പ്രോസസ്സിൽ നമ്മൾ സോഫ്റ്റ് അയൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? സോഫ്റ്റ് അയൺ എന്തായിട്ടാണ് സോഫ്റ്റ് അയൺ ആക്ട് ചെയ്യുന്നത്? അവിടെ കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾക്ക് അറിയാം എന്താ കാറ്റലിസ്റ്റ്? ഒരു റിയാക്ഷന്റെ വേഗത കൂട്ടുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ ഉൾപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന ആൾക്കാരെയാണ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഈ Fe എന്ന് പറയുന്നത് ആരാണ്? നമുക്കറിയാം അത് എവിടെ വരുന്ന എലമെന്റ്? അത് ഡി ബ്ലോക്കിൽ വരുന്ന എലമെന്റ് ആണ്. ഇനി ഇതേപോലെ തന്നെ കോണ്ടാക്ട് പ്രോസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ. അവിടെ ആരാ വരുന്നത്? V2O5. ആരാണത്? വനേഡിയം പെൻഡോക്സൈഡ്. അപ്പോൾ ഇതിൽ വനേഡിയം കണ്ടോ? വനേഡിയം. ഈ വനേഡിയം ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആണ് കേട്ടോ. ഇവരൊക്കെ നമുക്ക് എന്തിൽ ഉപയോഗിക്കാനാണ് പറയുന്നത്? കാറ്റലിസ്റ്റ് ആയിട്ട് പല റിയാക്ഷൻസിൽ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ എന്ത് പേരിലാണ് വിളിക്കാം? ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കാം. എന്താ വിളിക്കാം? ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലേ? മെറ്റൽസ് നിന്ന് നോൺ മെറ്റൽസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഒരു പോയിന്റും കൂടെ പറയാം, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. നോക്കി, നമുക്ക് അറിയാവുന്ന 3 ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന 3 ആൾക്കാർ കേട്ടോ. ഒന്ന് സിങ്ക്, അതേപോലെ തന്നെ സിങ്കിന്റെ തൊട്ട് താഴെ കാണുന്ന കാഡ്മിയം, അതിന്റെ തൊട്ട് താഴെ കാണുന്ന മെർക്കുറി. ഈ 3 ആൾക്കാരെ നമ്മൾ വിചാരിക്കുന്നത് ഇവർ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണെന്ന്. പക്ഷെ അവർ ശരിക്കും ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ല കേട്ടോ. അവർ ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ല. ഡീന്റെ കുറേ പ്രോപ്പർട്ടീസ് അവർ കാണിക്കുന്നില്ല കേട്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ 3 പേരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. എന്താണ്? സൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. സൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. സൂഡോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫോൾസ് എന്നാണ് അർത്ഥം. സൂഡോ അല്ലേ? തെറ്റായ, ഫോൾസ്. അവർ ശരിക്കും ട്രാൻസിഷൻ എലമെന്റ്സ് ആണോ? അല്ല. അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നേലും അവർ ഈ ഡി ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും അവർ കാണിക്കുന്നില്ല. പ്രധാനമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവരെ സാൾട്ട്, സിങ്ക് സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞ സാൾട്ട് ഉണ്ട്. ഡി ബ്ലോക്ക് ആണെങ്കിൽ കളേർഡ് സാൾട്ട് ആയിരിക്കണ്ടേ? ഇതൊരു വെള്ള കളറിലുള്ള സാൾട്ട് ആണ്. അതിന്റെ അർത്ഥം എന്താ? കളർ ഫോം ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഡീന്റെ പ്രോപ്പർട്ടീസ് ഒന്നും ആര് കാണിക്കുന്നില്ല? ഈ പറയുന്ന എലമെന്റ്സ് കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇവരെ നമ്മൾ സൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡി ബ്ലോക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. 3 to 12 വരെയാണ്. എല്ലാവരും മെറ്റൽസ് ആണ്. ഗ്രൂപ്പിലും പിരീഡിലും പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നു, പല ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നു, പിന്നെ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റുന്നു. ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. സൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് Zn, കാഡ്മിയം, Hg എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ആരാണ്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ? അപ്പോൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് വിളിക്കുന്ന മറ്റൊരു പേരാണ്, ഓർത്ത് വെക്കുക, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. എന്താണ് ഇന്നർ ട്രാൻസിഷൻ? എന്തുകൊണ്ട് ഇന്നർ ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, അവർ ശരിക്കും അവരുടെ പൊസിഷൻ എവിടെയാണ്? ആ ട്രാൻസിഷൻ്റെ അവിടെയായിരുന്നു അതിൻ്റെ പൊസിഷൻ. ആ പീരിയോഡിക് ടേബിൾ ഇത്തിരി വലുതാവുന്നുള്ളതുകൊണ്ട് അതിനടുത്ത് താഴേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് അവർ എന്ത് വിളിക്കുന്നത്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓർത്ത് വെക്കാം. ഇനി അതേപോലെ തന്നെ അവർ കാണപ്പെടുന്ന പീരീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് അല്ലേ? ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് 2 സെറ്റ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ്. അപ്പോൾ ഇതിൽ ലാന്തനോയിഡ്സ് വരുന്നത് 6th പീരീഡിലാണ്. ഓർത്ത് വെക്കാം. ചിലപ്പോൾ ചോദിക്കാം ലാന്തനോയിഡ്സ് ഉൾപ്പെടുന്ന പീരീഡ് ഏതാണ്? 6th പീരീഡിലുള്ള എലമെന്റ്സ് ആണ് ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. ആക്ടിനോയിഡ്സ് ഏത് പീരീഡിൽ വരുന്നതാണ്? 7th പീരീഡിലുള്ള എലമെന്റ്സ് ആണ് ആര്? ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി അതേപോലെ ഇവർ ഡി ബ്ലോക്കുകാരുമായിട്ട് കുറച്ച് സാമ്യത കാണിക്കുന്നവരാണ്. ഓക്കെ, അവരെല്ലാവരും എന്താണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നമുക്ക് കൂടുതൽ ഇവരെ കുറിച്ച് പഠിക്കാനില്ല, കുറച്ച് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും നിങ്ങൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇവരിൽ കൂടുതലും റേഡിയോ ആക്റ്റീവ് നേച്ചർ കാണിക്കാറുണ്ട്. എന്താ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മക്കളെ, ചില ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് എന്തായിരിക്കില്ല? സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആറ്റംസ് എന്ത് ചെയ്യും? കുറച്ച് റേഡിയേഷൻസ് പുറത്തേക്ക് വിടും. സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് റേഡിയേഷൻസ് അത് എമിറ്റ് ചെയ്യുന്നുണ്ട്. അത്തരം എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. അപ്പോൾ ഇതിൽ വരുന്ന കൂടുതലും എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. ഇനി മറ്റൊരു കാര്യം, ഇവരും എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഡി ബ്ലോക്കുകാരെ പോലെ തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എവിടെ ഉപയോഗിക്കുന്നത്? പെട്രോളിയം ഇൻഡസ്ട്രീസിൽ എന്താണ്? കാറ്റലിസ്റ്റുകളായിട്ട് ഇവരെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്? യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. നിങ്ങൾക്ക് അറിയാം ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്താണെന്നുള്ളത്. എന്താണ്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പാണല്ലോ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഹൈഡ്രൽ പവർ പ്ലാന്റ് പോലെ തന്നെ ഉള്ള ഒരു സംഭവമാണ് ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യുവൽ ഏതൊക്കെയാണെന്നറിയോ? യുറേനിയം അല്ലേ? യുറേനിയം, തോറിയം പോലെയുള്ള എലമെന്റ്സ്. ഈ ആൾക്കാർ വരുന്നത് എഫ് ബ്ലോക്കിലാണ്. ഈ യുറേനിയം, തോറിയം, പൊളോണിയം പോലെയുള്ള എലമെന്റ്സ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓർത്ത് വെക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് എന്നറിയപ്പെടുന്നു. ഇവർ ലാന്തനോയിഡ്സ് കാണപ്പെടുന്നത് 6ാമത്തെ ഗ്രൂപ്പിലും 6ാമത്തെ പീരീഡിലും, ആക്ടിനോയിഡ്സ് കാണപ്പെടുന്നത് 7ാമത്തെ പീരീഡിലുമാണ്. ഇവർ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഒട്ടുമിക്ക എല്ലാവരും റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നവരാണ്. പിന്നെന്താണ്? യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ്. അതേപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യുറേനിയം, തോറിയം, പൊളോണിയം പോലെയുള്ള എലമെന്റ്സ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 4 ബ്ലോക്കുകളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ഷൽ കോൺഫിഗറേഷൻ ഓഫ് അയോൺസ് ആണ്. എന്താണ്? സബ്ഷൽ കോൺഫിഗറേഷൻ ഓഫ് അയോൺസ്. മക്കളെ, നിങ്ങൾക്ക് അയോൺസ് അറിയാം. 2 ടൈപ്സ് അയോൺസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് കാറ്റയോൺസ് ആണ്, കാറ്റയോൺസ് എന്ന് വിളിക്കും. പിന്നെ ഒന്ന് എന്താണ്? ആനയോൺസ് ആണ് അല്ലേ? കാറ്റയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളവരെയാണ് കാറ്റയോൺസ് എന്ന് വിളിക്കാം. എപ്പോഴാണ് കാറ്റയോൺസ് ഫോം ചെയ്യുക? ഒരു ആറ്റം, ഒരു ഇലക്ട്രോൺ, ഒന്നിലധികമോ ഇലക്ട്രോൺസ് വിട്ട് കൊടുത്താൽ അവർക്ക് കിട്ടുന്ന ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അവരെ നമുക്ക് കാറ്റയോൺ എന്ന് വിളിക്കാം. ആനയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റം ഇലക്ട്രോൺസ് വാങ്ങുന്ന സമയത്ത് അവരിൽ കിട്ടുന്ന ചാർജ് ഏതായിരിക്കും?
എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നമുക്ക് അവർ എന്ത് വിളിക്കാം? ആനയോൺസ് എന്ന് വിളിക്കാം അല്ലേ? ആനയോൺസ് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ്. അങ്ങനെ ഉണ്ടായ അയോൺസിന്റെ എന്ത് എഴുതണം? നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ FeCl2. FeCl2 ഇതൊരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഈ കോമ്പൗണ്ടിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കും Feയുടെ കോൺഫിഗറേഷൻ സബ്ഷെൽ, Feയുടെ അല്ല Fe അയോണിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അപ്പോൾ Fe അയോൺ എന്താണ് അതിന്റെ ചാർജ് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ അത് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്? ക്ലോറിന്റെ ആദ്യം നമുക്ക് അറിയണം. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരെ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. എന്താണ്? നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, ലിത്തിയം, ഹൈഡ്രജൻ, ഇത്രയും ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഓർത്ത് വെച്ചേക്കാട്ടോ, ഇത് ആവശ്യമുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെ മെഗ്നീഷ്യം, അതേപോലെ കാൽഷ്യം, ബേരിയം, ഈ 3 പേരുടെ എന്താണ്? +2 ആണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. +2. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ പറഞ്ഞു തരാം. ഏതാണ്? കാർബൺ, സിലിക്കൺ, ഈ പറയുന്ന ആൾക്കാരുടെ +4 ആണ്. അതേപോലെ തന്നെ ബോറോൺ, അലൂമിനിയം, ഈ ആൾക്കാരുടെ +3 ആണ്. പിന്നെ ഓക്സിജനും സൾഫറും എത്ര അറിയോ? -2 ആണ്. പിന്നെ നമ്മുടെ ഹാലോജൻസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഇത്രയും ആൾക്കാരുടെ എന്താ വരുന്നത്? -1 ആണ് ഓക്സിഡേഷൻ നമ്പർ വരുന്നത്. അപ്പോൾ ഇത്രയും എണ്ണെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒന്ന് നോക്കിക്കേ, ഹാലോജൻസിന്റെ -1, ഓക്സിജന്റെയും സൾഫറിന്റെയും -2, ബോറോണിന്റെയും അലൂമിനിയത്തിന്റെയും +3, സോഡിയം, പൊട്ടാസ്യം, ലിത്തിയം, അലൂമിനിയം, അതായത് ആ ഫസ്റ്റ് ഗ്രൂപ്പുകാരന്റെ +1, സെക്കൻഡ് ഗ്രൂപ്പുകാരന്റെ +2, കാർബണിന്റെയും സിലിക്കണിന്റെയും എത്രയാണ്? +4. ഇത്രയൊന്ന് ഓർത്ത് വെക്കാം. ഇനി എന്താ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഈ 2 ആൾക്കാരിനെയും, ഇവിടെ 2 ആൾക്കാരില്ലേ? Fe ഉണ്ട്, Cl ഉണ്ട്. ഈ 2 പേരെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടണം നിങ്ങൾക്ക്? ടോട്ടൽ 0 ആയിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. ഇത് X ഇട്ടിട്ട് കണ്ടുപിടിക്കാം. അത് വലുതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ X ഇടണം എന്ന് നിർബന്ധമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് Feയുടെ ആണ്. അപ്പോൾ ക്ലോറിൻ്റെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്ലോറിൻ്റെ എത്രയാണ് ഓക്സിഡേഷൻ? നോക്കിയേ, ക്ലോറിൻ്റെ എത്രയാണ്? -1 ആണ്. ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ -1 എന്ന് ഇട്ട് കൊടുക്കണം. -1. അങ്ങനെ എത്ര ക്ലോറിൻ ഉണ്ട് ഇവിടെ? 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം, മറന്നു പോകരുത്. ഒരു ക്ലോറിൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും വേണ്ട. 2 ക്ലോറിനോ അതിൽ കൂടുതൽ നമ്പർ വരികയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ -1 × -2 എത്രയാണ് മക്കളെ? -2 ആണ് കിട്ടുക അല്ലേ? ഇനി ടോട്ടൽ 0 ആക്കണം എന്നല്ലേ പറഞ്ഞത്? ഇത് ടോട്ടൽ 0 ആവണമെങ്കിൽ Fയുടെ മേലെ എന്ത് വരണം? +2 അല്ലേ വരുന്നത്? എത്ര വരണം? +2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? +2. ശരിയല്ലേ? -2ന്റെ കൂടെ ഒരു +2 കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾക്ക് എന്ത് കിട്ടുക? 0 എന്ന് കിട്ടുക. അപ്പോൾ Fe എത്രയായിരിക്കും? +2 ആയിരിക്കും. ഇപ്പം നമുക്ക് കിട്ടി Feയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടിയല്ലോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് അപ്പോൾ Fe2+ പറഞ്ഞാൽ എന്താണ്? 2 ഇലക്ട്രോൺസ് കുറവുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ 2 ഇലക്ട്രോൺസ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ഇലക്ട്രോൺസ് ഇവിടെ Fe എന്ന് കുറച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഇലക്ട്രോൺസ് കളയുക? അതാണ് ഇമ്പോർട്ടൻറ്റ്. എവിടെ നിന്നായിരിക്കും കളയുക? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് കളയുക. എവിടെ നിന്നാണ് കളയുക? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നായിരിക്കണം കളയുണ്ടാവുക. അപ്പോൾ നോക്കിക്കേ, ഇതിൽ ഏത് ഔട്ടർ മോസ്റ്റ് ഷെല്ല്? 4s ആണോ 3D ആണോ ഔട്ടർ മോസ്റ്റ് ഷെല്ല്? നിങ്ങളിത് നിറയ്ക്കണത് വെച്ചിട്ട് 3D എടുത്ത് കളയരുത്. ആൻസർ തെറ്റാണ്. ഇത് ഉള്ളിൽ വരുന്ന ഷെല്ലാണ്. നമ്മൾ നിറയ്ക്കുമ്പോൾ 3D ആണ്, എനർജി കൂടുതലുള്ളതുകൊണ്ട് നിറയ്ക്കണമെന്ന് മാത്രം. ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാണ്? അത് 4s ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അപ്പോൾ കളയേണ്ടത് എവിടെ നിന്നാണ്? 4s 2 എണ്ണമാണ് നിങ്ങൾ കളഞ്ഞു എഴുതേണ്ടത്. അങ്ങനെയെങ്കിൽ Fe+2ന്റെ കോൺഫിഗറേഷൻ എന്താ വരിക? 1s2, 2s2, 2p6, 3s2, 3p6, 4s ഇല്ല, 4s പോയി, 3d എന്ത് വരും? 6 വരും. ഇതാണ് Fe2+ന്റെ കോൺഫിഗറേഷൻ. 3d 4 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ് കേട്ടോ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ 4s എന്നാണ് കളയേണ്ടത്. അതാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. FeCl3യിൽ Fe എന്ന അയോണിന്റെ എന്താ പറയുക സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. മക്കൾ ഇവിടെ നോക്കിയേ, ഇത് 3 അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ്? -1 ആണ്. 3 × -1 എത്ര വരിക? -3 ആണ് വരിക അല്ലേ? 3 × -1 എത്രയാണ്? -3 ആണ്. അപ്പോൾ -3 0 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? +3 അല്ലേ വരുന്നത്? അപ്പോൾ Feയുടെ മേലെ എന്തായിരിക്കും ചാർജ്? +3 ആണ് ചാർജ്. അങ്ങനെയെങ്കിൽ Fe+3യുടെ നമുക്കൊന്ന് എഴുതി നോക്കണ്ടേ? Fe+3 എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p6. ഇനി കളയണത് ശ്രദ്ധിച്ചോളൂ. 4s എന്ന് 2 എണ്ണം കളഞ്ഞു. ഇതല്ലേ ഔട്ടർ മോസ്റ്റ്? 2 എണ്ണം കളഞ്ഞു. ഒരെണ്ണം കൂടെ കളയണം. അത് അടുത്തത് എവിടെ നിന്ന് കളയണം? അടുത്ത ഷെല്ല് ഏതാണ്? 3d അല്ലേ? അപ്പോൾ അതിൽ ഒരെണ്ണം കൂടെ കളയുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടി നിങ്ങൾക്ക്? 3d 5 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ Fe+2, Fe+3 വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ Feയുടെ എഴുതാൻ പഠിച്ചു അല്ലേ? Feയുടെ അയോൺസിൻ്റെ എഴുതാൻ പഠിച്ചു. ഇനി ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മാംഗനീസിന് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ? +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്ന്. ആദ്യം നമുക്ക് മാംഗനീസിൻ്റെ എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ മാംഗനീസ് എത്രയാണ് മക്കളെ? 25 അല്ലേ? അപ്പോൾ എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p6, 4s2,
3D എത്ര വരും? 3D 5 വരും കേട്ടോ. 3D 5 വരും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആ മെത്തേഡ് വെച്ച് നോക്കിയാൽ മതി. 3D 5. ഇനി നമുക്ക് ഓരോ കോമ്പൗണ്ടുകൾ എഴുതി നോക്കാം. ഇതാ ആദ്യത്തെയാണ് MnO2 എന്ന് പറയുന്ന കോമ്പൗണ്ട്, MnO2. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മാംഗനീസ്. ഈ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ അയോൺ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഓക്സിജന്റെ നമുക്കറിയാം എത്രയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? -2 ആണ്. അത് പഠിച്ചു വെക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ -2. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ താഴെ നമ്പർ ഉണ്ടെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 എന്ന് പറയുന്നത് എത്രയാണ്? -4 ആണ്. അപ്പോൾ 0 ആവണം. രണ്ട് മാംഗനീസിനെയും ഓക്സിജനെയും കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം. അപ്പോൾ ഓൾറെഡി ഓക്സിജന്റെ ഭാഗത്ത് -4 കിട്ടിയാൽ അത് 0 ആവണമെങ്കിൽ ഇനി എത്ര വരണം? +4 അല്ലേ വരേണ്ടത്? +4 ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് പറയാം മാംഗനീസിന്റെ മേലെ എന്ത് വരും? +4. മാംഗനീസ് അയോൺ എന്താണ്? +4 ആണ്. ആണല്ലോ. അപ്പോൾ നമുക്ക് മാംഗനീസിന്റെ അയോൺ കിട്ടി. ഇനി ഈ അയോണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി നോക്കാം നമുക്ക്. എന്താ ചെയ്യേണ്ടത്? +4 അല്ലേ? 4 ഇലക്ട്രോൺസ് കളയണം എന്നാണ് അർത്ഥം. അപ്പോൾ 4 ഇലക്ട്രോൺസ് എവിടെന്നാണ് നിങ്ങൾ ആദ്യം കളയുക? 4s എന്നാണ് ആദ്യം കളയേണ്ടത് കേട്ടോ. അതിനുശേഷം 3D എന്ന് കളയാൻ തുടങ്ങാം. അപ്പോൾ 4s എന്ന് 2 എണ്ണം പോയി, 3D എന്ന് എത്ര പോയി? 2 എണ്ണം പോയി. അപ്പോൾ 5ഉം 4ഉം പോയി, ബാക്കി എത്രയാണ്? 3D 3 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതുക കോൺഫിഗറേഷൻ? 1s2 2s2 2p6 3s2 3p6 ബാക്കി എത്രയാണ്? 3D 3 എന്ന് വരും. അപ്പോൾ ഇതാണ് Mn4+ന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഒരെണ്ണം കിട്ടി. ഇനി അടുത്ത് നമുക്ക് നോക്കാം Mn2O3. ഇത് വേറൊരു മാംഗനീസിന്റെ ഓക്സൈഡ് ആണ്. ഇതിവിടെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എത്രയോ ഓക്സിജൻ -2 ആണ്. ശരിയാണല്ലോ. അപ്പോൾ 3 × 2 എത്രയാണ്? -6. 3 × 2 -6 അല്ലേ? അപ്പോൾ ഇപ്പുറത്ത് എത്ര കിട്ടണം നമുക്ക്? +6 അല്ലേ കിട്ടണ്ടേ? +6 കിട്ടണം. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ എടുത്ത മാംഗനീസിന്റെ താഴെ നമ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരെ +, ഇട്ട് വെച്ചത്. നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മൾട്ടിപ്ലൈ ചെയ്യണം. 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ +6 കിട്ടാം? 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ +6 കിട്ടാം അല്ലേ? 2നെ +3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് +6 കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടി Mn എന്താണ്? Mn +3 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ Mn +3. അപ്പോൾ ഒന്ന് എഴുതി നോക്കാം. നോക്കിക്കേ, 4s എന്ന് 2 ഇലക്ട്രോണും കളയുക, 3D എന്ന് എത്ര എണ്ണം കളയണം? 1 ഇലക്ട്രോൺ ആണ് കളയേണ്ടത്. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 3D എന്ത് വരും? 1 ഇലക്ട്രോൺ കളഞ്ഞാൽ 4 എന്ന് വരും. ഇതാണ് Mn3+ന്റെ. ഓക്കെ ആണോ? കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് വേറൊരു ഓക്സൈഡ് എഴുതി നോക്കാം. മാംഗനീസിന്റെ വേറൊരു ഓക്സൈഡ്. കുറേ ഓക്സൈഡ്സ് ഉണ്ട് കേട്ടോ. അടുത്ത ഓക്സൈഡ് ആണ് Mn2O7. ഇത് മറ്റൊരു ഓക്സൈഡ് ആണ്. മക്കൾ ഇവിടെ ശ്രദ്ധിക്കൂ. എന്താണ്? Mന്റെ അയോൺ കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഓക്സിജൻ എത്ര തന്നെയാണ്? -2 തന്നെയാണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരുന്നത്? -14 എന്ന് കിട്ടും നിങ്ങൾക്ക്. ശരിയല്ലേ? അപ്പോൾ ഇപ്പുറത്തെ സൈഡ് എത്ര കിട്ടണം? +14 കിട്ടണം. +14 കിട്ടണ്ടേ? അപ്പോൾ +14 കിട്ടണം. പക്ഷെ ഇവിടെ 2 ഉണ്ട് അല്ലേ? അപ്പോൾ 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ +14 കിട്ടാം? 2നെ +7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ +14 കിട്ടുള്ളൂ. അപ്പോൾ അയോൺ കിട്ടിയല്ലോ. എത്രയാണ്? Mn+7 കിട്ടിയല്ലോ. Mn+7. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 ഇലക്ട്രോൺ കളയണം. ഇവിടുത്തെ ഈ 2 എണ്ണവും കളയണം, ഇവിടുത്തെ ഈ 5 എണ്ണവും കളയണം. അപ്പോൾ ടോട്ടൽ എത്ര വരും? 1s2 2s2 2p6 3s2 3p6 എന്ന് വരും. അപ്പോൾ ഇതാണ് Mn+7ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അയോണിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മാംഗനീസിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ആ Fe-യുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കോപ്പറിന്റെ ചോദിക്കാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കണോ എങ്ങനെയാണ് അയോൺസിന്റെ എഴുതുക എന്നുള്ളത്? അപ്പോൾ മക്കളെ, ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. ലാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്, എക്സും വൈയും ചേർന്നാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് മോളിക്കുലാർ ഫോർമുല എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി 9th പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. എന്താണ്? ഒരു ക്രിസ് ക്രോസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ക്രിസ് ക്രോസ് മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കെമിക്കൽ ഫോർമുലകൾ എഴുതുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ 2 കാര്യങ്ങളെ വേണ്ടൂ. എന്താണ്? ഒന്ന്, നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കോമ്പൗണ്ടിൻ്റെ സിമ്പിൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരുന്നത് ആക്ച്വൽ സിമ്പിൾ ആയിരിക്കില്ല. എക്സ് വൈ സെഡ് ഇങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക. കുഴപ്പമില്ല, നമുക്ക് ആ സിമ്പിൾ വെച്ചിട്ട് തന്നെ എഴുതാം. അല്ല, നിങ്ങൾക്ക് ശരിക്കുള്ള സിമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ രണ്ടാമത് നമുക്ക് വേണ്ട സാധനം എന്താണെന്നറിയോ? രണ്ടാമത് വേണ്ടത് ഇവരുടെ വാലൻസിയാണ് വേണ്ടത് കേട്ടോ. വാലൻസി അറിഞ്ഞിരിക്കണം എത്രയാണെന്നുള്ളത്. ഒന്നില്ലെങ്കിൽ അത് എഴുതാൻ പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ലിസ്റ്റ് പഠിച്ചു വെക്കുക. ആ ലിസ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാത്തിൻ്റെയും നമുക്ക് വാലൻസി കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. സിമ്പിളാണ്, നോക്കാം നമുക്ക്. അപ്പം ഞാനൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സോഡിയം ക്ലോറൈഡ് അല്ലേ, നമ്മുടെ എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങുകയാണെ. സോഡിയം ക്ലോറൈഡ്, ഇതിപ്പോൾ എല്ലാവർക്കും കെമിക്കൽ ഫോർമുല എഴുതാൻ അറിയാം. പക്ഷെ നോക്കിയാൽ ഇതെങ്ങനെ എഴുതുക, എങ്ങനെയാണ് വന്നേ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോഡിയം എന്ന് പറയുമ്പോൾ എന്താണ്? Na. നിങ്ങൾ ശ്രദ്ധിക്കുക, മെറ്റൽസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിമ്പിൾ ആയിരിക്കണം ആദ്യം ഇടേണ്ടത് കേട്ടോ. നോൺ മെറ്റൽസിന് പിന്നെയാണ് ഇടുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ? ക്ലോറിൻ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ക്ലോറിൻ ഇട്ടു. ഇനി 2 പേര് വാലൻസി വേണം നമുക്ക്. എത്രയാണ്?
സോഡിയം +1 അല്ലേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിച്ചത്, +1 അല്ലേ? ആ പ്ലസ് വേണ്ട, നമുക്ക് വാലൻസി മാത്രം മതി. ആ പ്ലസും മൈനസും കളഞ്ഞാൽ പിന്നെ അതിൻ്റെ വാലൻസി ആണത്. അപ്പോൾ എത്രയാണ് വാലൻസി? 1 ആണ്. ക്ലോറിൻ്റെ വാലൻസി എത്രയാണ്? -1 ആയിരുന്നു ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്ക് ആ മൈനസ് വേണ്ട, 1 മതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതങ്ങോട്ട് ക്രോസ് ചെയ്യാം. അതായത് സോഡിയത്തിൻ്റെ വാലൻസി ക്ലോറിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക, ക്ലോറിൻ്റെ വാലൻസി സോഡിയത്തിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മക്കളെ എന്ത് വന്നു? Na1Cl1 എന്ന് വന്നു. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ 1 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? NaCl എന്ന് എഴുതാം. NaCl കിട്ടിയെന്ന് വിചാരിക്കണോ? ഇങ്ങനെയാണ് നമ്മൾ ക്രിസ് ക്രോസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് എഴുതുന്നത്? കോമ്പൗണ്ടിൻ്റെ ഇത് എഴുതുന്നത്. ഇനി നമുക്ക് വേറൊരു കോമ്പൗണ്ട് നോക്കാം. എന്താണ്? ഫെറിക് ക്ലോറൈഡ്. ഓക്കെ, ഫെറിക് ക്ലോറൈഡ്. നിങ്ങൾക്ക് അറിയാം ഫെറിക് ക്ലോറൈഡ് എങ്ങനെ എഴുതുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതെങ്ങനെ വന്നു എന്നാണ് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഫെറിക് അല്ലേ, അപ്പോൾ Fe ആണെന്ന് മനസ്സിലാക്കാം. ക്ലോറൈഡ് ആയതുകൊണ്ട് Cl എന്ന് ഇട്ടു ഞാൻ. ഇനി ഫെറിക് പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ഫെറിക് ആണ്. ഫെറിക് ആകുമ്പോൾ എത്രയാണ്? +3 ആണ്. അത് ഓർമ്മയിൽ ഉണ്ടാവണേ. അപ്പോൾ +3 വേണ്ട, നമുക്ക് 3 മതി. 3. ഇനി ക്ലോറിൻ എത്രയാണ്? 1 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹാലോജൻസ് എല്ലാം 1 ആണ് കേട്ടോ. ഇനി ഇതൊന്ന് ക്രോസ് ചെയ്ത് നോക്കിയേ. ഇതൊന്ന് ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? FeCl3 എന്ന് കിട്ടും. ഇതൊന്നും ചെയ്യാനില്ല, ഇതിങ്ങനെ എടുത്ത് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെറിക് ക്ലോറൈഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫെറിക് ക്ലോറൈഡ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി വേറൊരെണ്ണം നമുക്ക് നോക്കാം. മെഗ്നീഷ്യം ഓക്സൈഡ്. എന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ് ഒന്ന് എഴുതി നോക്കിയാലോ? അപ്പോൾ നോക്കിയാൽ ആദ്യം എന്ത് എഴുതി? മെഗ്നീഷ്യം എന്ന് എഴുതി. ഇനി അടുത്തത് ഓക്സൈഡ് എന്ന് കേട്ടാൽ ഓക്സിജൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. മക്കളെ മെഗ്നീഷ്യത്തിൻ്റെ ഇത് എത്രയാണ്? വാലൻസി എത്രയാണ്? രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ +2 അല്ലേ ഓക്സിഡേഷൻ നമ്പർ? അപ്പോൾ നിങ്ങൾ 2 എന്ന് എഴുതുക. ഓക്സിജൻ എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അപ്പോൾ 2 ഒന്ന് ക്രോസ് ചെയ്ത് എങ്ങനെ എഴുതുക നിങ്ങൾ? Mg2O2 എന്നാണ് വരിക അല്ലേ? ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ എഴുതിയിട്ടുള്ള FeCl3 എന്താണ്? ഒരാൾ 3 ആണ്. ഇത് രണ്ടും നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ 2 നമുക്ക് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്തൂടെ? എന്തുപയോഗിച്ച് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ശ്രദ്ധിക്കണം, രണ്ടും നമുക്ക് ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? Mg1O1 എന്ന് കിട്ടും. ശരിയല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? MgO. ഇങ്ങനെയാണ് MgO ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മാഗ്നീഷ്യം ഓക്സൈഡ് എഴുതാം കേട്ടോ. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കുപ്രസ് ക്ലോറൈഡ്. എന്താണ്? PROUS, കുപ്രസ് ക്ലോറൈഡ് കേട്ടോ. കുപ്രസ് ക്ലോറൈഡ് എഴുതി നോക്കിയാലോ? കുപ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോപ്പർ ആണ്. ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? Cl ആണ്. ഇനി കുപ്രസ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? കുപ്രിക് ആണെങ്കിൽ +2 ആയിരുന്നു. കുപ്രസ് ആണെങ്കിൽ എന്താണ്? +1 ആണ്. അതായത് ആ 1 പ്ലസ് വേണ്ട, 1 എഴുതി. ക്ലോറിൻ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? CuCl എന്ന് കിട്ടും. കിട്ടിയെന്ന് വിചാരിക്കണോ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരെണ്ണം എഴുതിയാലോ? നോക്കി, അലൂമിനിയം ഓക്സൈഡ് ഒന്ന് എഴുതി നോക്കാം നമുക്ക്. അലൂമിനിയം അല്ലേ? അപ്പോൾ Al എന്ന് വന്നു. Al. ഓക്സൈഡ് എന്ന് പറയുമ്പോൾ O എന്ന് വന്നു. അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +3 ആണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ നമുക്ക് അതിൽ 3 എന്ന് എഴുതാം. ഓക്സിജൻ്റെ എത്രയാണ്? 2 ആണ്. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി നമുക്ക്? Al2O3 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ അലൂമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നത്. വേറെ ഒന്നും കൂടെ എഴുതിയാലോ? സോഡിയം ഓക്സൈഡ് എഴുതി നോക്കിയാലോ നമുക്ക്? സോഡിയം എന്താ? Na. ഓക്സൈഡ് പറയുമ്പോൾ O. സോഡിയത്തിൻ്റെ വാലൻസി എത്രയാണ്? 1 ആണ് അല്ലേ? ഓക്സിജൻ്റെ എത്രയാണ്? 2 ആണ്. ഒന്ന് ക്രോസ് ചെയ്ത് നോക്കൂ, എന്ത് കിട്ടും നിങ്ങൾക്ക്? Na2O1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ Na2O എന്ന് കിട്ടി. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കണോ? ഇതാണ് നമ്മുടെ ക്രിസ് ക്രോസ് മെത്തേഡ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കാം. ഒരു റിവിഷൻ പോലെയാണ്. ഇനി ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാവർക്കും പഠിക്കാം. താങ്ക് യു.